അള്ളാഹുവിനെ കുറിച്ചുള്ള പേടി ഒരാളുടെ മനസ്സിലുണ്ടെങ്കിൽ അവന്റെ ഉജ്ബ് നഷ്ടപ്പെടും. ഞാൻ വലിയവനാണെന്ന് തോന്നുന്നത് എപ്പോഴാണ്? നമ്മുടെ തെറ്റുകൾ നമ്മൾ മറക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ തെറ്റുകളുടെ പേരിൽ അള്ളാഹു നമ്മെ ശിക്ഷിക്കും എന്ന ബോധം നമുക്ക് നഷ്ടപ്പെടും. അപ്പൊ ആ ബോധം നമ്മുടെ മനസ്സിലുണ്ടാകണം. റബ്ബിൽ ആലമീൻ വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു സല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. സഹോദരങ്ങളെ, ഒരു മനുഷ്യനെ ബാധിക്കാവുന്ന ഏറ്റവും അപകടം പിടിച്ച ഒരു രോഗമാണ് ഉജ്ബ്. ഉജ്ബ് എന്ന് പറഞ്ഞാൽ അവനവനെക്കുറിച്ച് മതിപ്പ് തോന്നുക, നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകളുടെ കാര്യത്തിൽ, അല്ലെങ്കിൽ നമുക്കുള്ള എന്തെങ്കിലും ഭൗതികമായ കഴിവിൻ്റെ പേരിൽ ഞാൻ വലിയവനാണ് എന്ന് തോന്നുക. അതാണ് ഉജ്ബ്. ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്, റിയാ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന അമലിൽ ആളുകളെ പങ്കു ചേർക്കലാണ്. അള്ളാഹുവിന് പുറമെ ആ അമലിൻ്റെ ഒരു പങ്ക് മറ്റു വല്ലവർക്കും വകവെച്ചു കൊടുക്കുക. ഒരാൾ നമസ്കരിക്കുന്നു, അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം ആഗ്രഹിക്കുന്നു, അതിൻ്റെ കൂടെ ആരെങ്കിലും ഇത് കാണണം, തന്നെ പ്രശംസിക്കണം എന്ന ആഗ്രഹം. അതുപോലെ ഖുർആൻ പാരായണം ചെയ്യുന്നു, അല്ലെങ്കിൽ സദഖ ചെയ്യുന്നു, എന്തെങ്കിലും ഒരു സൽക്കർമ്മം ചെയ്യുമ്പോൾ അത് ആളുകൾ കാണണം, അറിയണം, തന്നെ പുകഴ്ത്തണം എന്നുള്ള ആഗ്രഹം. അതാണ് റിയാ. റിയാ എന്ന് പറഞ്ഞാൽ തൻ്റെ അമലിൽ ആളുകളെ പങ്കു ചേർക്കൽ. ഉജ്ബ് എന്ന് പറഞ്ഞാൽ തൻ്റെ അമലിൽ തന്നെ പങ്കു ചേർക്കലാണ്. ചിലപ്പോൾ ആരും കാണുന്നില്ല, നമ്മൾ ചെയ്യുന്ന അമല് വളരെ രഹസ്യമാണ്, ഖിയാമുൽ ലൈലാണ്, തഹജ്ജുദാണ്, ഒറ്റക്കാണ് നമസ്കരിക്കുന്നത്. പക്ഷേ നമുക്ക് തന്നെ നമ്മോടൊരു മതിപ്പ് തോന്നുന്നു ആ അമല് ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മുടെ സ്വന്തം നഫ്സിനെ തന്നെ നമ്മൾ അതിൽ പങ്കു ചേർക്കുകയാണ്. അത് റിയാഇനേക്കാൾ സൂക്ഷ്മമാണ് ഉജ്ബ് എന്ന് പറയുന്നത്. റിയാഇനേക്കാൾ പ്രയാസമാണ് അത് തടയാൻ. അതുകൊണ്ട് വളരെയധികം സൂക്ഷിക്കേണ്ടതുണ്ട് ഉജ്ബിനെ. അത് നമ്മെ തകർക്കുന്ന ഒരു രോഗമാണ്. അതുകൊണ്ടാണ് ചില മഹാന്മാർ പറഞ്ഞതായി കിതാബുകൾ കാണുന്നത്, ലഅൻ അബീത നായിമൻ വഉസ്ബിഹ നാദിമൻ. രാത്രി മുഴുവൻ കിടന്നുറങ്ങിയിട്ട് തഹജ്ജുദൊന്നും നമസ്കരിക്കാതെ രാവിലെ ദുഃഖത്തോടുകൂടി എഴുന്നേൽക്കുന്നതാണ് അഹബ്ബു ഇലയ്യ, എനിക്ക് കൂടുതൽ ഇഷ്ടം, എന്തിനേക്കാൾ മിൻ അൻ അബീത ഖായിമൻ വഉസ്ബിഹ മുഅ്ജബ. രാത്രി മുഴുവൻ തഹജ്ജുദ് നമസ്കരിച്ചിട്ട് രാവിലെ ഉജ്ബോടുകൂടി, സ്വന്തത്തെക്കുറിച്ചുള്ള മതിപ്പോടുകൂടി ഉണരുന്നതിനേക്കാൾ അല്ലെങ്കിൽ എഴുന്നേൽക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം രാത്രി ഉറങ്ങിയിട്ട് രാവിലെ വിഷമിക്കുന്നതാണ്. കാരണം എന്താണ്? രാത്രി നമസ്കാരം ഉപേക്ഷിക്കുക എന്ന് പറയുന്നത് അത് ഒരു ഫദീലത്ത്, ഒരു ശ്രേഷ്ഠത നഷ്ടപ്പെട്ടു എന്ന് മാത്രം, ഒരു ഹറാമല്ല, മാസിയത്തല്ല. അതോടൊപ്പം തന്നെ ആ നഷ്ടത്തെക്കുറിച്ച് വിഷമിക്കുന്നുമുണ്ട്. ആ വിഷമം കൂലി കിട്ടുന്നൊരു കാര്യവുമാണ്. നേരെ മറിച്ച് രാത്രി ഒരാൾ മുഴുവൻ നമസ്കരിച്ചാൽ അതൊരു സുന്നത്താണ്. എത്ര നമസ്കരിച്ചാൽ അത് ഫർളാകുന്നില്ല, സുന്നത്തിന്റെ സ്ഥാനം തന്നെയുള്ളൂ. അതിൻ്റെ കൂടെ ഉജ്ബ് വന്നാലോ, ഉജ്ബ് എന്ന് പറയുന്നത് ഒരു വലിയ തെറ്റാണ്. അപ്പോൾ ഒരു മുഅ്മിൻ, അള്ളാഹുവിനെ പേടിക്കുന്ന ഒരാൾ അങ്ങേയറ്റം സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് ഉജ്ബ് എന്ന് പറയുന്നത്, തന്നെക്കുറിച്ച് മതിപ്പ് തോന്നുക എന്നുള്ള കാര്യം. മുൻഗാമികൾ ഇക്കാര്യത്തെക്കുറിച്ച് ധാരാളം സംസാരിച്ചതായി, താക്കീത് ചെയ്തതായി കാണാൻ സാധിക്കും. عن عدي بن أرطأ رحمه الله عن رجل من أصحاب رسول الله صلى الله عليه وسلم. ഇമാം അഹ്മദ് അദ്ദേഹത്തിന്റെ കിതാബ് സുഹദിൽ ഉദ്ധരിച്ചതാണ്. ഒരു സഹാബി പറഞ്ഞതായി, മിൻ സദരി ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിന്റെ ആരംഭകാലത്തുള്ള തുടക്കത്തിലുള്ള ഒരു വ്യക്തി അഥവാ സഹാബിയാണ്. വകാന ലഹു ഫദ്ലുൻ, നല്ല മഹത്വങ്ങളുള്ള ശ്രേഷ്ഠതയുള്ള ഒരാൾ. അന്നഹു കാന ഇദാ ഉസ്നിയ അലൈഹി ഔ മുദിഹ്, അദ്ദേഹത്തെ പുകഴ്ത്തിയാൽ അദ്ദേഹം പറയുമായിരുന്നു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണിത് എന്ന് വേറെ റിവായത്തുകൾ വന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ആരെങ്കിലും പുകഴ്ത്തിയാൽ അദ്ദേഹം പറയും, അല്ലാഹുമ്മ ലാ തുആഖിദ്നി ബിമാ യഖൂലൂൻ, അല്ലാഹുവേ ഇവർ പറയുന്നതിന്റെ പേരിൽ, ഇവരെന്നെ പുകഴ്ത്തുന്നതിന്റെ പേരിൽ നീ എന്നെ ശിക്ഷിക്കരുതേ. അഥവാ താൻ തെറ്റുകാരനാണ്, ധാരാളം കുറവുകളുള്ളവനാണ്, അതോടൊപ്പം ആളുകൾ തന്നെ പുകഴ്ത്തുകയും ചെയ്യുന്നു. അപ്പൊ അള്ളാഹുവിന് ആ പുകഴ്ത്തിൽ കേൾക്കുമ്പോൾ എന്നോട് കൂടുതൽ കോപമുണ്ടായി എന്നെ നശിപ്പിക്കുമോ എന്ന പേടി. അല്ലാഹുമ്മ ലാ തുആഖിദ്നി ബിമാ യഖൂലൂൻ, ഇവരീ പറയുന്നതിന്റെ പേരിൽ എന്നെ നീ ശിക്ഷിക്കരുതേ. വഗ്ഫിർ ലീ മാ ലാ യഅലമൂൻ, ഇവർക്കറിയാത്ത കാര്യങ്ങൾ അഥവാ രഹസ്യമായി ഞാൻ ചെയ്യുന്ന തെറ്റുകൾ എനിക്ക് നീ പുറത്തു തരികയും ചെയ്യണമേ. നമുക്കറിയാം, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു രഹസ്യമായി തെറ്റുകൾ ചെയ്യുന്ന ആളല്ല. അദ്ദേഹം സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത ലഭിച്ച 10 പേരിൽപ്പെട്ട ആളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞാൽ ഈ ഉമ്മത്തിൽ ഏറ്റവും ശ്രേഷ്ഠനാണ്. പക്ഷെ ഒരു ചെറിയ ചെറിയ തെറ്റുകൾ, അല്ലെങ്കിൽ തെറ്റ് അയക്കുമോ എന്ന് അവർ പേടിക്കുന്ന കാര്യങ്ങൾ, അതിനെക്കുറിച്ചൊക്കെയാണ് അവർ ഇത്രയും ഗൗരവമായി കണ്ടിരുന്നത്. അപ്പോൾ പ്രശസ്തി അവർ ആഗ്രഹിച്ചിരുന്നില്ല, തന്നെ ആളുകൾ പുകഴ്ത്തണമെന്ന് ആഗ്രഹിച്ചിരുന്നില്ല, അവരുടെ മനസ്സിൽ അവരെക്കുറിച്ച് മതിപ്പ് ഉണ്ടായിരുന്നില്ല. അന്നാഫിഇൻ വഗൈരിഹി
ഇമാം നാഫി റഹിമഹുല്ലാ അതുപോലെ മറ്റ് താബിഈങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. അന്ന റജുലൻ ഖാല ലിബ്നു ഉമർ, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ പറഞ്ഞു, യാ ഖൈറൻ നാസ്, ജനങ്ങളിൽ ഏറ്റവും ഉത്തമനായവനെ എന്ന് വിളിച്ചു അദ്ദേഹത്തെ. ഇത് ഇമാം അബൂ നുഐം റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ഹില്യത്തുൽ ഔലിയ എന്ന കിതാബിൽ ഉദ്ധരിച്ചതാണ്. ജനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ളവരെ എന്ന് അദ്ദേഹത്തെ വിളിച്ചു. നമുക്കറിയാം ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ശ്രേഷ്ഠനായ മഹത്വമുള്ള ഒരു സഹാബിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത ബന്ധമുള്ള ആളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയുടെ സഹോദരനാണ്. ഉമർ റളിയല്ലാഹുവിന്റെ മകനാണ്. ധാരാളം ഹദീസുകൾ, 1000-ലധികം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശിഷ്യനാണ്, വിദ്യാർത്ഥിയാണ്. അങ്ങനെയുള്ള ആളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം ദീർഘകാലം അദ്ദേഹം ജീവിച്ചിരുന്നിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ അവസാന കാലത്തൊക്കെ അദ്ദേഹത്തെ പോലെ ശ്രേഷ്ഠതയുള്ള ഒരാൾ സമൂഹത്തിൽ ഉണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള മഹാനാണ്. അപ്പൊ അദ്ദേഹത്തോട് അവസാന കാലത്തായിരിക്കാം ഒരാൾ പറയുന്നത് യാ ഖൈറൻ നാസ്, ജനങ്ങളിൽ ഏറ്റവും മഹാനായ വ്യക്തി എന്ന് അദ്ദേഹത്തെ വിളിച്ചു. ഫഖാല ഇബ്നു ഉമർ, അദ്ദേഹം പറഞ്ഞു, മാ അന ബിഖൈരിൻ നാസ്, ഞാൻ ജനങ്ങളിൽ ഏറ്റവും ഉത്തമനല്ല. വലബ്നു ഖൈരിൻ നാസ്, ജനങ്ങളിൽ ഏറ്റവും ഉത്തമനായവന്റെ മകനുമല്ല എന്ന് പറഞ്ഞാൽ ഉമർ റളിയല്ലാഹുവിന്റെ മകൻ എന്നുള്ള നിലക്ക് എനിക്ക് നിങ്ങൾ വലിയൊരു സ്ഥാനം തരേണ്ടതില്ല. വലാകിന്നി അബ്ദുൻ മിൻ ഇബാദില്ലാഹ്, ഞാൻ അള്ളാഹുവിന്റെ അടിമകളിൽപ്പെട്ട ഒരു അടിമ മാത്രമാണ്. അർജുല്ലാഹ തആല വ അഖാഫു, ഞാൻ അള്ളാഹുവിനെ പ്രതീക്ഷിക്കുന്നു, അള്ളാഹുവിൽ നിന്ന് സ്വർഗം പ്രതീക്ഷിക്കുന്നു. വ അഖാഫുഹു, അതോടൊപ്പം അവനെ പേടിക്കുകയും ചെയ്യുന്നു. വല്ലാഹി ലൻ തസാലു ബിർറജുലി ഹത്താ തുഹ്ലികൂ, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വല്ലാഹി, അല്ലാഹുവാണ് സത്യം, നിങ്ങളൊക്കെ ഓരോ മനുഷ്യരെയും പിന്നാലെ കൂടി നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പുകഴ്ത്തിയിട്ട് ആളുകളെ നിങ്ങൾ നശിപ്പിക്കുന്നവരാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ധാരാളം യുദ്ധങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള ആളാണ്. അദ്ദേഹം വളരെ ചെറുപ്പകാലത്ത് പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് യുദ്ധത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രായമായിട്ടില്ല എന്ന് പറഞ്ഞ് മടക്കിയ ആളാണ്. അതിനുശേഷം നിരവധി യുദ്ധങ്ങൾ പങ്കെടുത്തിട്ടുള്ള ആളാണ്. ഇസ്ലാമിന് വേണ്ടി ധാരാളം ഖിദ്മത്ത് ചെയ്തിട്ടുണ്ട്. 1000-ലധികം ഹദീസ് റിപ്പോർട്ട് ചെയ്യണമെങ്കിൽ എത്രമാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹവസിച്ചിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ അദ്ദേഹം വലിയ ഫഖീഹാൻ, ഫിഖഹിന്റെ പല മസ്അലകളിലും അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളാണ് പിന്നീട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അങ്ങനെയുള്ള മഹാനാണ് അദ്ദേഹം. അതുപോലെ ധാരാളം സ്വതക്ക ചെയ്തിട്ടുണ്ട്, ധാരാളം അടിമകളെ മോചിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് സേവനങ്ങൾ ഇസ്ലാമിന് ചെയ്തിട്ടുണ്ട്. രഹസ്യമായി സ്വന്തം ജീവിതത്തിൽ ചെയ്ത ഇബാദത്തുകളാണെങ്കിൽ കയ്യും കണക്കുമില്ല. അദ്ദേഹത്തിന്റെ ശിഷ്യനോട് ചോദിച്ചു, എന്താണ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വീട്ടിൽ ചെയ്യാറുള്ള അമൽ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ശിഷ്യൻ നാഫി റഹിമഹുല്ലാഹ് പറഞ്ഞത്, ലാ തുതീഖൂനഹു, നിങ്ങളത് ചോദിച്ചിട്ട് കാര്യമില്ല, നിങ്ങൾക്കത് ചെയ്യാൻ സാധിക്കുകയില്ല. അൽ വുളൂഉ ലികുല്ലി സ്വലാത്തിൻ വൽ മുസ്ഹഫു ബൈനഹുമാ, ഓരോ വക്തിനും വുളൂ ചെയ്യും, അതിനടക്കുള്ള സമയം മുഴുവൻ മുസ്ഹഫായിരിക്കും അദ്ദേഹത്തിന്റെ കയ്യിൽ എന്നാണ് പറഞ്ഞത്. അത്ര വലിയ മഹാനാണ്. എന്നിട്ടാണ് അദ്ദേഹം പറയുന്നത്, ഞാനത്ര നല്ല ആളൊന്നുമല്ല, നല്ലൊരാളുടെ മകനുമല്ല. നല്ല ആളുടെ മകനല്ല എന്ന് പറഞ്ഞാൽ ഉമർ റളിയല്ലാഹു നല്ല ആളല്ല എന്നല്ല, അദ്ദേഹത്തിന്റെ മകൻ എന്നുള്ള ഒരു സ്ഥാനം എനിക്ക് നിങ്ങൾ തരേണ്ടതില്ല, ഞാൻ അള്ളാഹുവിന്റെ അടിമകളിൽപ്പെട്ട ഒരു അടിമ മാത്രമാണ്. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? നമ്മുടെ അമൽ എത്രയുണ്ടെങ്കിലും സ്വന്തം ജീവിതത്തിലും മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്നതിലും എത്ര നമ്മൾ ചെയ്താലും അള്ളാഹു നമുക്ക് ചെയ്തു തന്ന നിഅമത്തുകൾ വെച്ച് നോക്കുമ്പോൾ അതൊന്നും ഒന്നുമല്ല. നമ്മൾ പലരെയും സഹായിക്കുന്നു, ശരി, ഈ സഹായിക്കാനുള്ള കഴിവ് ആര് തന്നു? അതിനുള്ള സാമർഥ്യം ആര് തന്നു? അതിനുള്ള സാഹചര്യങ്ങൾ ആരുണ്ടാക്കി? അള്ളാഹു സുബ്ഹാനഹു വ തആല. ഈ കഴിവുകൾ ഉപയോഗിച്ച് നമ്മൾ ആരെയാണോ സഹായിക്കുന്നത് അവർക്ക് അനുഗ്രഹങ്ങൾ കുറച്ചുകൊണ്ട്, ദുനിയാവ് കുറച്ചുകൊണ്ട് നമ്മുടെ ആശ്രിതരായ ഒരവസ്ഥ അവർക്ക് ആര് കൊടുത്തു? അള്ളാഹു സുബ്ഹാനഹു വ തആല. പിന്നെ നമുക്ക് എന്ത് സ്ഥാനമാണുള്ളത്? ഒന്നുമില്ല. അതുപോലെ തന്നെ നമ്മൾ ഈ ചെയ്യുന്നതിന് അള്ളാഹു നാളെ സ്വർഗത്തിൽ തരാൻ പോകുന്ന പ്രതിഫലം, ഇഖ്ലാസ് ഉണ്ടെങ്കിൽ അള്ളാഹു തരാൻ പോകുന്ന പ്രതിഫലം എത്രയാണ്? അത് ആലോചിച്ച് നോക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന അമലുകളൊന്നുമല്ല. അപ്പോൾ എങ്ങനെ നോക്കിയാലും നമുക്ക് നമ്മുടെ പ്രവൃത്തികളിൽ മതിമറക്കാൻ, അത് വലുതാണ് എന്ന് ചിന്തിക്കാൻ യാതൊരു ന്യായവുമില്ല. മാത്രമല്ല, ഒരാൾക്ക് ഉജ്ബ് തോന്നിക്കഴിഞ്ഞാൽ, ഞാൻ തികഞ്ഞവനാണ്, എൻ്റെ അടുത്ത് എന്തൊക്കെയോ ഉണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവന്റെ നാശം തുടങ്ങി. കാരണം പിന്നെ അവൻ പുരോഗമിക്കുകയില്ല. എനിക്കിനി എന്തെങ്കിലും തിരുത്താനുണ്ട്, എന്തെങ്കിലും അമൽ വർദ്ധിപ്പിക്കാനുണ്ട് എന്നൊരു ചിന്ത അവനുണ്ടാവുകയില്ല. അതോടുകൂടി പിന്നീട് പുറകോട്ടായിരിക്കും മനുഷ്യന്റെ വളർച്ച. അപ്പോൾ സ്വഹാബിമാര് അമലുകളിൽ മുന്നേറാനുള്ള ഒരു കാരണം ഇതാണ്. അവർക്കുണ്ടായിരുന്ന അമലുകൾ, അവർ ചെയ്തിരുന്ന പ്രവൃത്തികൾ അതവർ നിസ്സാരമായി കണ്ടിരുന്നു. അത് നിസ്സാരമായി കാണാനുള്ള കാരണം ഇതാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ, അതുപോലെ ഈ അമലുകൾക്കുള്ള പ്രതിഫലത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ നമ്മുടെ അമലുകൾ ഒന്നുമല്ല എന്നവർ തിരിച്ചറിഞ്ഞിരുന്നു. ഖാല അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റഹിമഹുല്ലാഹ്, ഇമാം തബറാനി അദ്ദേഹത്തിന്റെ അൽ മുഅ്ജമുൽ കബീർ എന്ന ഹദീസ് ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ചതാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഇന്ന റജുല ലയഖ്റുജു വമഅഹു ദീനുഹു, ഒരു മനുഷ്യൻ ചിലപ്പോൾ തന്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങും, വമഅഹു ദീനുഹു, അവന്റെ കൂടെ അവന്റെ ദീനുമുണ്ട്, ദീനുമായിട്ട് പുറത്തിറങ്ങും.
പറഞ്ഞാൽ കൽബിൽ ദീനുണ്ട്. അങ്ങനെ ഈമാനോടുകൂടി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങും. ഫയർജിഉ വമാ മഅഹു മിൻഹു ഷൈ, മടങ്ങി വരുമ്പോൾ അവൻ്റെ അടുത്ത് ഒന്നും ഉണ്ടാവുകയില്ല. അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ആലോചിച്ച് നോക്കൂ, ഇതാണ് നമ്മുടെ അവസ്ഥ. ഇങ്ങനെയുള്ള അവസ്ഥയിൽ നമ്മൾ എന്തിനാണ് ഉജ്ബ് കൊണ്ട് നടക്കുന്നത്? എന്തിനാണ് അഹങ്കാരവും നമ്മളെക്കുറിച്ചുള്ള മതിപ്പ് നമുക്ക് തോന്നുന്നത്? നമ്മുടെ ദീനിന്റെ കാര്യത്തിലാണ് നമുക്ക് ഉജ്ബ് തോന്നുന്നതെങ്കിൽ ദീനില്ലാത്ത ഒരാൾക്ക് മറ്റൊന്നിന്റെ കാര്യത്തിലും അഭിമാനിക്കുന്നതിൽ അർത്ഥമില്ല. കാരണം അവൻ നരകത്തിന്റെ വിറകാണ്. നേരെ മറിച്ച് ദീനുള്ള ഒരാൾ ദീനിന്റെ പേരിൽ അഭിമാനിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ദീനിന്റെ പേരിൽ ഉജ്ബ് തോന്നുന്നുണ്ടെങ്കിൽ, തന്റെ അമലുകളുടെ പേരിൽ സ്വന്തത്തെക്കുറിച്ച് മതിപ്പ് തോന്നുന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം ആലോചിച്ചാൽ മതി. മനുഷ്യർ പലരും ഇങ്ങനെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ദീനോടുകൂടി പോയിട്ട് പിന്നെ ദീൻ നഷ്ടപ്പെട്ട് മടങ്ങുന്നുണ്ട്. അപ്പൊ എന്ത് ഉറപ്പാണ് നമുക്കുള്ളത്? നമ്മുടെ ഈമാൻ, നമ്മുടെ വിശ്വാസം നിലനിൽക്കും, നമ്മുടെ ഭക്തി, നമ്മുടെ സൂക്ഷ്മത, ഇതൊക്കെ നിലനിൽക്കുമെന്ന് എന്ത് ഉറപ്പാണുള്ളത്? പിന്നെ എന്തിന്റെ പേരിലാണ് നമ്മൾ അഹങ്കരിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള ഒരു ഹദീസിന്റെ ആശയമാണിത്. ബാദിറു ബിൽ അഅമാലി ഫിതനൻ, നിങ്ങൾ അമലുകൾ കൊണ്ട് ഫിത്നയെ മറികടക്കുക. അഥവാ കടുത്ത പരീക്ഷണങ്ങൾ, ഫിത്നകൾ വരാനുണ്ട്. അത് വരുന്നതിന് മുമ്പായി നിങ്ങൾ അമലുകൾ ചെയ്ത് ധൃതി കൂട്ടുക. കഖിത്അഇൽ ലൈലിൽ മുദ്ലിം, എങ്ങനെയുള്ള ഫിത്നയാണ്? ഇരുട്ട് മൂടിയ രാത്രി പോലെയുള്ള ഫിത്ന, നിലാവില്ലാത്ത ഇരുട്ട് നിറഞ്ഞ രാത്രി പോലെയുള്ള ഫിത്ന. എന്താണ് ഇരുട്ടുള്ള രാത്രിയുടെ പ്രത്യേകത? എന്താണ് ശരി, എന്താണ് തെറ്റ് എന്ന് തിരിച്ചറിയാത്ത അവസ്ഥയുണ്ടാകും. എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത് എന്നറിയാത്ത അവസ്ഥയുണ്ടാകും. ആരാണ് ഹക്കിന്റെ ആള്, ആരാണ് ബാത്തിലിന്റെ ആള് എന്നറിയാത്ത ആശയക്കുഴപ്പങ്ങളുണ്ടാകും. അങ്ങനെയുള്ള ഫിത്നകൾ വരാനുണ്ട്. ആ ഫിത്നയുടെ സമയത്ത് ഉറപ്പ് കിട്ടണമെങ്കിൽ അതിനു മുമ്പേ അമല് ചെയ്ത് സൽക്കർമ്മങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയ ആളുകൾ അല്ലാഹു ഉറപ്പിച്ചു നിർത്തും. അതുകൊണ്ട് ആ ഫിത്നകൾ വരുമ്പോൾ നിങ്ങൾ ഒരുങ്ങുക. ഫിത്ന നേരിടാൻ വേണ്ടി എങ്ങനെയാണ് ഒരുങ്ങേണ്ടത്? അമലുകൾ ചെയ്തുകൊണ്ടാണ്. ബാദിറു ബിൽ അഅമാൽ, അമലുകൾ കൊണ്ട് നിങ്ങൾ ഫിത്നയെ നേരിടാൻ ഒരുങ്ങിക്കൊള്ളുക. ഖഖിത്അഇൽ ലൈലിൽ മുദ്ലിം, ഇരുട്ട് പിടിച്ച രാത്രി പോലെയുള്ള ഫിത്നകൾ. എന്നിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ കാലത്ത് എന്താണ് സംഭവിക്കുക? യുസ്ബിഹു റജുലു മുഅ്മിനൻ, ഒരു മനുഷ്യൻ നേരം വെളുക്കുമ്പോൾ മുഅ്മിനായിരിക്കും. വയുംസി കാഫിറൻ, വൈകുന്നേരമാകുമ്പോൾ കാഫിറായിട്ടുണ്ടാകും. വയുംസി മുഅ്മിനൻ, വൈകുന്നേരം മുഅ്മിനായിരിക്കും, വിശ്വാസിയായിരിക്കും. വയുസ്ബിഹു കാഫിറൻ, നേരം വെളുക്കുമ്പോൾ കാഫിറായിട്ടുണ്ടാകും. യബീഉ ദീനഹു, അവൻ തന്റെ ദീൻ വിറ്റുകളയും. ബിഅറദിൻ മിന ദുനിയ, ദുനിയാവിന്റെ എന്തെങ്കിലും നിസ്സാരമായ വസ്തുക്കൾക്ക് വേണ്ടി. ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണത്. ഈ ഹദീസിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കണമെങ്കിൽ ഒരാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കണം. അത് അധികം ആളുകൾക്കും അറിയില്ല. ഇപ്പൊ നമുക്ക് ഉളു മുറിയുന്ന കാര്യങ്ങൾ അറിയാം, നമസ്കാരം ബാത്തിലാകുന്ന കാര്യങ്ങൾ അറിയാം, നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ അറിയാം, ഹജ്ജ് ഫസാദാകുന്ന കാര്യങ്ങൾ അറിയാം. പക്ഷെ അധികം മുസ്ലിമീങ്ങൾക്കും ഒരാളുടെ ഷഹാദത്ത്, ഇസ്ലാമിന്റെ അടിത്തറ, ഈമാൻ, അത് നഷ്ടപ്പെട്ട് കാഫിറായി പോകുന്നത് എങ്ങനെയാണെന്ന് അറിയില്ല. അതുകൊണ്ട് തന്നെ ധാരാളം ആളുകൾ അങ്ങനെ കാഫിറായിക്കൊണ്ടിരിക്കുന്നുമുണ്ട്. ഒരു വാക്ക് മതി ഇസ്ലാമിൽ നിന്ന് പുറത്താക്കാൻ. ഇസ്ലാമിന്റെ എന്തെങ്കിലും ഒരു ചിഹ്നത്തെ പരിഹസിക്കുക, അത് മതി ഒരാൾ കാഫിറാകാൻ. ഇത് വിശദമായി പഠിക്കേണ്ട കാര്യമാണ്. ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, ഈ ഹദീസ് പേടിപ്പിക്കുന്ന ഒരു വാക്കുണ്ട് ഈ ഹദീസിൽ. എന്താണത്? രാവിലെ ആകുമ്പോൾ മുഅ്മിനായിരിക്കും, വൈകുന്നേരമാകുമ്പോൾ കാഫിറാകുമെന്നാണ് പറഞ്ഞത്. രാവിലെ മുസ്ലിം ആയിരിക്കും, വൈകുന്നേരം കാഫിറാകുമെന്നല്ല പറഞ്ഞത്. എന്താണ് മുസ്ലിമും മുഅ്മിനും തമ്മിലുള്ള വ്യത്യാസം? മുസ്ലിം എന്ന് പറഞ്ഞാൽ ഒന്നാം സ്ഥാനമാണ്, മുഅ്മിൻ എന്ന് പറഞ്ഞാൽ അതിന്റെ മുകളിലുള്ള സ്ഥാനമാണ്. നമുക്കറിയാം ദീനിന് 3 മർത്തബകളാണുള്ളത്, 3 സ്ഥാനങ്ങൾ: മുസ്ലിം, മുഅ്മിൻ, മുഹ്സിൻ. ഇതിൽ കൂടിയ ആളാണ് മുഅ്മിൻ. കേവലം മുസ്ലിം എന്നുള്ളതിനേക്കാൾ ഈമാൻ മനസ്സിൽ ഉറച്ച അമലുകൾ കൂടുതലുള്ള ആൾക്കാണ് മുഅ്മിൻ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരു മുഅ്മിൻ വൈകുന്നേരമാകുമ്പോൾ കാഫിറായി പോകുന്നു. അപ്പൊ ഈ ഹദീസ് പേടിപ്പിക്കുന്നതാണ്. അപ്പൊ ഈ പേടിയൊക്കെ മനസ്സിലുണ്ടെങ്കിലേ ഉജ്ബില്ലാതാവുകയുള്ളൂ, അഹങ്കാരം ഇല്ലാതാവുകയുള്ളൂ. നമുക്കെന്തോ ഉറപ്പ് കിട്ടിയതുപോലെ മരണം വരെ നമ്മൾ ദീനിൽ തന്നെ ഉണ്ടാകും. നമ്മുടെ ശരിയായ സുന്നത്ത്, നമ്മുടെ സലഫിയത്ത്, അതൊക്കെ നമ്മുടെ മരണം വരെ നമുക്ക് ഗ്യാരണ്ടി കിട്ടിയതുപോലെയാണ് ഉജ്ബുള്ള ഒരാളുടെ പെരുമാറ്റം. സഹാബത്തിന് അതുണ്ടായിരുന്നില്ല. അവർ ഈ ഹദീസിലൊക്കെ ആത്മാർത്ഥമായി വിശ്വസിച്ചിരുന്നു. അതുകൊണ്ടാണ് അവരിങ്ങനെ പേടിച്ചിരുന്നത്. അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു തുടർന്ന് പറയുന്നു, യഅതി റജുലു ലാ യംലികു ലഹു വലാ ലിനഫ്സിഹി നഫ്അൻ വലാ ദർറൻ ഫയുഖ്സിമു ലഹു ബില്ലാഹി ഇന്നക കദാ വകദാ. ചില ആളുകൾ എന്ത് ചെയ്യും? ദീൻ നഷ്ടപ്പെടുന്നതിന്റെ ഉദാഹരണം, രാവിലെ പോകുമ്പോൾ ദീൻ ഉണ്ടാകും, വീട്ടിൽ നിന്ന് പോകുമ്പോൾ ദീൻ ഉണ്ടാകും, മടങ്ങി വരുമ്പോൾ ദീൻ ഉണ്ടാവുകയില്ല എന്നാണല്ലോ പറഞ്ഞത്. ആ ദീൻ നഷ്ടപ്പെടുന്നതിന്റെ ഉദാഹരണം പറയാൻ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. പൂർണ്ണമായി കാഫിറാകുന്ന അവസ്ഥയല്ല അദ്ദേഹം പറയുന്നത്, ദീനിന്റെ പരിപൂർണത നഷ്ടപ്പെടുന്ന ഒരു ഉദാഹരണം പറയാണ്. യഅതി റജുൽ ലാ യംലികു ലഹു വലാ ലിനഫ്സിഹി നഫ്അൻ വലാ ദർറ. ഒരു മനുഷ്യൻ മറ്റൊരാളുടെ അടുത്ത് ചെല്ലും, എന്നിട്ട് ഇവന് മറ്റവന് യാതൊരു ഉപകാരവും ഉപദ്രവവും ചെയ്യാനുള്ള കഴിവില്ല എന്ന് പറഞ്ഞാൽ രണ്ടുപേരും മനുഷ്യരാണ്. എന്നിട്ട് അവരെന്ത് ചെയ്യും? ഫയുഖ്സിമു ലഹു ബില്ലാഹി ഇന്നക കദാ വകദാ. അവനോട് പറയും,
നീ ഇന്ന ഇന്ന കഴിവുകളുള്ള ആളാണ്, അള്ളാഹുവിന്റെ പേരിൽ സത്യം ചെയ്ത് പറയും, അവനെ പുകഴ്ത്തും, നീ ഇന്ന ഇന്ന കഴിവൊക്കെ ഉള്ളവനാണ്. ഫയർജിഉ മാ ഖദാ മിൻ ഹാജതിഹി ബിശൈ വഖദ് അസ്ഖത അല്ലാഹ അലൈഹി. അപ്പൊ ദുർബലനായ തന്നെ പോലെയുള്ള ഒരു മനുഷ്യന്റെ അടുത്ത് പോയി അവനെ പുകഴ്ത്തി പറയും, അവന്റെ കഴിവിനപ്പുറത്തുള്ള കാര്യങ്ങൾ പറഞ്ഞ് അവനെ പുകഴ്ത്തും. എന്നിട്ട് എന്തിനാണ് പുകഴ്ത്തിയത്, ആ ആവശ്യമൊന്നും നിറവേറാതെ മടങ്ങുകയും ചെയ്യും. ഫഖദ് അസ്ഖത അല്ലാഹ അലൈഹി. ഈ പുകഴ്ത്തലിലൂടെ, പ്രശംസയിലൂടെ അള്ളാഹുവിനെ അവൻ കോപിപ്പിച്ചിരിക്കുന്നു, അള്ളാഹുവിന്റെ കോപം നേടിയിരിക്കുന്നു. അവ പ്രശംസ അർഹിക്കാത്ത ഒരുപക്ഷെ ഫാസിഖായ ഒരു മനുഷ്യനായിരിക്കും പുകഴ്ത്തുന്നത് തന്റെ ആവശ്യം നിറവേറ്റാൻ വേണ്ടി. അവനുള്ള കഴിവിലപ്പുറത്ത് അവനെ പറഞ്ഞ്, അവനെക്കുറിച്ച് പറഞ്ഞ് സത്യം ചെയ്തിട്ടൊക്കെ പുകഴ്ത്തിയിട്ടുണ്ടാകും. വല്ലാഹി നീ ഇങ്ങനെയുള്ള ആളാണ് എന്ന് പുകഴ്ത്തിയിരിക്കും. അതൊക്കെ ദീൻ നഷ്ടപ്പെടുന്നതിന്റെ ഉദാഹരണങ്ങളാണ്. ഇത് നമ്മൾ ആലോചിച്ച് നോക്കിയാൽ എത്രയോ നമുക്ക് അനുഭവമുള്ളതാണ്. ഒരുപക്ഷെ നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി മടങ്ങി വരുന്നതിനിടക്ക് കുറെ കളവുകൾ പറഞ്ഞിട്ടുണ്ടാവും. ചിലപ്പോൾ തമാശയായിട്ടായിരിക്കും കളവ് പറഞ്ഞിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, തമാശയായി കളവ് പറയുന്നവന് അള്ളാഹുവിന്റെ ശാപം, വൈലുൻ ലഹു, അവന് നാശം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്കെതിരെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇതുപോലെ നിരവധി തെറ്റുകൾ സംഭവിച്ചിട്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ മടങ്ങുന്നത്. നമ്മുടെ ദീൻ നഷ്ടപ്പെട്ടിട്ടുണ്ടാകും. വഖാല ഇബ്രാഹിം അൽ ഹർബി റഹിമഹുല്ലാ ഖഅദ മുഖാത്തിൽ ഇബ്നു സുലൈമാൻ ഫഖാല. മുഖാത്തിൽ ഇബ്നു സുലൈമാൻ റഹിമഹുല്ലാ അദ്ദേഹം ഒരിക്കൽ ഇരുന്നു, എന്നിട്ട് പറഞ്ഞു, സലൂനി അമ്മ ദൂനൽ അർഷ്, അർഷിൻ താഴെയുള്ള എന്ത് കാര്യത്തെക്കുറിച്ച് വേണമെങ്കിലും നിങ്ങൾ എന്നോട് ചോദിച്ചു കൊള്ളുക എന്ന് പറഞ്ഞു. മുഖാത്തിൽ ഇബ്നു സുലൈമാൻ എന്ന് പറയുന്നത് ഒരു പണ്ഡിതനാണ്, തഫ്സീറൊക്കെ എഴുതിയിട്ടുള്ള ആളാണ്. അപ്പൊ അദ്ദേഹം പറയാൻ ആളുകളോട്, എന്നോട് നിങ്ങൾക്ക് എന്ത് ചോദ്യവും ചോദിക്കാം അർഷിന് താഴെയുള്ള കാര്യങ്ങൾ. ഫഖാല ലഹു റജുലുൻ, ഒരാൾ ചോദിച്ചു, ആദമു ഹൈസു ഹജ്ജ മൻ ഹലഖ റഅസഹു, ആദം നബി അലൈഹിസ്സലാം ഹജ്ജ് ചെയ്തപ്പോ ആരാണ് അദ്ദേഹത്തിന്റെ തലയിൽ മുടിയെടുത്തത് എന്ന് ചോദിച്ചു. ആദമോ ഹവ്വാവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂല്ലോ ആദ്യം ഭൂമിയിലേക്ക് വന്നപ്പോൾ. അപ്പൊ ആദം നബി അലൈഹി സ്വലാം ഹജ്ജ് ചെയ്തപ്പോൾ ആരാണ് മുടിയെടുത്തത്? ഖാല ലൈസ ഹാദ മിൻ അമലിക്കും, ലൈസ ഹാദ മിൻ അമലിക്കും. അദ്ദേഹം പറഞ്ഞു, മുഖാത്തിൽ ഇബ്നു സുലൈമാൻ പറഞ്ഞു, ഇത് നിങ്ങളുടെ അമലിൽപ്പെട്ട കാര്യമല്ല എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നിങ്ങൾ ഈ ചോദിച്ച ചോദ്യം അതും നിങ്ങളുടെ അമലും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. നിങ്ങൾക്ക് അമൽ ചെയ്യാൻ അതിലൊരു കാര്യവുമില്ല. ആരാണ് ആദം നബിക്ക് മുടി വെട്ടിക്കൊടുത്തതെന്ന് അറിഞ്ഞതുകൊണ്ട് ഒരു കാര്യവുമില്ല. വലാകിൻ, നേരെ മറിച്ച് ഈ ചോദ്യത്തിലൊരു ഫായിദ ഉണ്ട്, ഒരു ഉപകാരമുണ്ട്. അതെന്താണ്? വലാകിൻ അല്ലാഹ അറാദ അൻ യബ്തലിയനി ബിമാ അഅജബത്നി നഫ്സി, എനിക്ക് ഉജ്ബ് തോന്നിയപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കൊരു പരീക്ഷണം തന്നതാണ്, എന്നെ ഉണർത്താൻ വേണ്ടി. അദ്ദേഹം വലിയ ഇൽമുള്ള ആളാണ്. ഒരു ദിവസം ചിലപ്പോ തനിക്ക് കിട്ടിയ ഇൽമിന്റെ പേരിൽ സന്തോഷം തോന്നി അദ്ദേഹം ആളുകളോട് പറഞ്ഞിട്ടുണ്ടാകും. ഒരുപക്ഷെ അദ്ദേഹം കുറെ വായിച്ചു, അല്ലെങ്കിൽ കുറെ ഉലമാക്കളുടെ അടുത്തിരുന്നു, അങ്ങനെ ഒരുപാട് ഇൽമ കിട്ടി, ഇനി ആളുകൾക്ക് അത് കൊടുക്കാം എന്നുള്ള നിയത്തിൽ പറഞ്ഞതായിരിക്കും. പക്ഷെ ചെറിയ ഒരു ഉജ്ബ് എനിക്ക് തോന്നിയത് കൊണ്ട് അല്ലാഹു തആല എന്നെ അദബ് പഠിപ്പിച്ചതായിരിക്കാം, എനിക്ക് അല്ലാഹു തആല ഒരു പരീക്ഷണം തന്നതായിരിക്കാം എന്ന് അദ്ദേഹം പറഞ്ഞു. അൻ സാബിത്ത് അൽ ബുനാനി റഹിമഹുല്ലാഹ്, സാബിത്ത് അൽ ബുനാനി അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനാണ്. അദ്ദേഹം പറയുന്നു, ഖാല മുത്തറിഫ് ഇബ്നു അബ്ദുല്ലാഹ്, മുത്തറിഫ് ഇബ്നു അബ്ദുല്ലാഹ് അശ്ശഖീർ റഹിമഹുല്ലാഹ്, മറ്റൊരു താബിഈൻ, അദ്ദേഹം പറഞ്ഞു, ലിബ്നി അബി മുസ്ലിം, ഇബ്നു അബി മുസ്ലിം റഹിമഹുല്ലാഹു തആലയോട് അദ്ദേഹം പറഞ്ഞു, മാ മദഹനി അഹദുൻ ഖത്തു, എന്നെ ഇതുവരെ ആരും പുകഴ്ത്തിയിട്ടില്ല, ഇല്ലാ തസാഗറത് അലയ്യ നഫ്സി, എന്റെ നഫ്സ് കൂടുതൽ ചെറുതായിട്ടല്ലാതെ. എന്ന് പറഞ്ഞാൽ ഒരാൾ എന്നെ പുകഴ്ത്തുമ്പോ ഞാൻ എന്നെ കുറിച്ച് കൂടുതൽ മോശം വിചാരിക്കും, എന്റെ തെറ്റുകളെ കുറിച്ച് ചിന്തിക്കും, അങ്ങനെ എന്നെ കുറിച്ച് ഞാൻ കൂടുതൽ മോശമായി വിചാരിക്കും. അവരുടെ പുകഴ്ത്തലിൽ സുഖം കണ്ടെത്തി അതിൽ മതിമറന്ന് രുചിവുണ്ടാകാതിരിക്കാൻ വേണ്ടി ആ പുകഴ്ത്തൽ കേൾക്കുമ്പോൾ എന്റെ തെറ്റുകളെ കുറിച്ച് ഞാൻ ചിന്തിക്കും എന്നർത്ഥം. വഖാല ഉമർ ഇബ്നു ദർ റഹിമഹുല്ലാഹ്, ഇബാദല്ലാഹ്, ഉമർ ഇബ്നു ദർ റഹിമഹുല്ലാഹ് പറയുകയാണ്, അല്ലാഹുവിന്റെ അടിമകളെ, ലാ തഖ്തറു ബിതൂലി ഹിൽമില്ലാഹ്, അല്ലാഹുവിന്റെ ഹിൽമ്, ഹിൽമ് എന്ന് പറഞ്ഞാൽ കോപം നിറവേറ്റാതിരിക്കുക, അതാണ് ഹിൽമ് എന്ന് പറയുന്നത്. കോപം ഉണ്ടാകുമ്പോൾ, ദേഷ്യം ഉണ്ടാകുമ്പോൾ ആ ദേഷ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഉള്ള പ്രവൃത്തികൾ ചെയ്യാതിരിക്കുക. അള്ളാഹുവിന്റെ ഒരു സിഫത്താണ് ഹിൽമ് എന്ന് പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് വെറുപ്പുള്ള കാര്യങ്ങൾ കാണുമ്പോഴും ശിക്ഷിക്കാതെ നീട്ടിക്കൊടുക്കും, ചിലപ്പോൾ മാപ്പ് കൊടുക്കും, ചിലപ്പോൾ അള്ളാഹു തആല അവർക്കൊരു അവധി കൊടുക്കും. ഇങ്ങനെയൊക്കെ ചെയ്യുന്നവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അപ്പൊ അള്ളാഹുവിന്റെ ഹിൽമ് കണ്ട് നിങ്ങൾ വഞ്ചിതരാകേണ്ടതില്ല. വഹ്ദറു അസഫഹു, അള്ളാഹുവിന്റെ അസഫ്, അസഫ് എന്ന വാക്കിന് പല അർത്ഥങ്ങളുണ്ട്. അള്ളാഹുവിലേക്ക് ചേർത്തി പറയുമ്പോൾ അതിന്റെ അർത്ഥം ഗളബ്, കോപം എന്നാണ്. അള്ളാഹുവിന്റെ കോപം നിങ്ങൾ സൂക്ഷിക്കുക. കാരണം എന്താണ്? അള്ളാഹുവിന് ഹിൽമ് എന്ന സിഫത്തുണ്ട് എന്ന് ഖുർആനിലുണ്ട്. അതുപോലെ തന്നെ ഖുർആനിലുള്ളതാണ് അള്ളാഹുവിന് അസഫ്, കോപം എന്ന് പറയുന്ന വിശേഷണവുമുണ്ട്.
അല്ലാഹു തആല പറയുന്നു, ഫലമ്മാ ആസഫൂന തഖംനാ മിൻഹും, അവർ നമ്മെ കോപിപ്പിച്ചപ്പോൾ, അവർ നമ്മുടെ കോപത്തിന് കാരണമായ പ്രവൃത്തികൾ ചെയ്തപ്പോൾ, ഇൻ തഖംനാ മിൻഹും, നാം അവരെ ശിക്ഷിച്ചു. ഫഅഗ്റഖനാഹും അജ്മഈൻ, അവരെ മുഴുവൻ നാം മുക്കിക്കളഞ്ഞു. ഫജഅൽനാഹും സലഫൻ വമസലൻ ലിൽ ആഖിരീൻ, പിൻഗാമികൾക്ക് അവരെ ഒരു ഗുണപാഠമാക്കി മാറ്റി. അല്ലാഹു തആല ധിക്കാരികളായ പലരെയും പല സമുദായങ്ങളെയും കൂട്ടത്തോടെ മുക്കി കൊന്നിട്ടുണ്ട്. ഫിർഔന്റെ സംഭവം നമുക്കറിയാം, നൂഹ് അലൈഹിസ്സലാമിന്റെ സമുദായത്തിന്റെ കഥ നമുക്കറിയാം. അവരെ അല്ലാഹു തആല വെള്ളത്തിൽ മുക്കി നശിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അള്ളാഹുവിന് ഇങ്ങനെയുള്ള ഒരു വിശേഷണം കൂടിയുണ്ട്, കോപം എന്നുള്ളത്. അത് ചിലപ്പോൾ അള്ളാഹു നടപ്പിലാക്കും. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഈ വിശേഷണത്തിൽ നിങ്ങൾ വഞ്ചിതരാകേണ്ടതില്ല. അപ്പൊ അള്ളാഹുവിന്റെ റഹ്മത്തിനെ കുറിച്ച് ഓർത്ത് മതിമറക്കുമ്പോൾ നമുക്ക് ഉജ്ബുണ്ടാകും. അല്ലെ, അള്ളാഹ് നമ്മെ ശിക്ഷിച്ചിട്ടില്ല, ഒരു തെറ്റ് ചെയ്തു, എന്നിട്ടും അള്ളാഹു നമ്മെ ശിക്ഷിക്കുന്നില്ല. അപ്പൊ നമുക്ക് എന്തോ പ്രത്യേകത ഉള്ളത് കൊണ്ടാണ്. ഇതെന്നേക്കുമായി അള്ളാഹു നമ്മെ വെറുതെ വിട്ടതാണ് എന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ടതില്ല. ഖാല മുഹമ്മദ് ബിൻ സല്ലാം റഹിമഹുല്ലാഹ്, സമിഅ്തു യൂനുസ് ഇബ്ന ഹബീബ് റഹിമഹുല്ലാഹ് യഖൂൽ, യൂനുസ് ഇബ്നു ഹബീബ് റഹിമഹുല്ലാഹ് പറയുന്നു, ലാ തഅമൻ, നീ ഒരാളെക്കുറിച്ച് നിർഭയനാകരുത്, ഒരാളെക്കുറിച്ച് നീ സമാധാനിച്ചിരിക്കരുത്. ആരെക്കുറിച്ചാണ്? മൻ ഖതഅ ഫീ 5 ദറാഹിം അശ്റഫ ഉളുവിൻ ഫീക, 5 ദിർഹമിന്റെ ഒരു കുറ്റത്തിന് നിന്റെ ശരീരത്തിലെ ഏറ്റവും ഉത്തമമായ അവയവം മുറിച്ചു കളഞ്ഞവൻ. അപ്പൊ നമുക്കറിയാം, മോഷണത്തിന് ഉള്ള ശിക്ഷ എന്താണ്? കൈപ്പത്തി മുറിക്കുക എന്നുള്ളതാണ്. മനുഷ്യന്റെ ശരീരത്തിൽ വളരെ വിലപ്പെട്ട അവയവമാണ് കൈ എന്ന് പറയുന്നത്. കൈപ്പത്തി എന്ന് പറയുന്നത് എഴുതാൻ ഉപയോഗിക്കുന്നതാണ്, എല്ലാ പ്രവൃത്തിയും ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് കൈ എന്ന് പറയുന്നത്. 5 ദിർഹമിന്, ചെറിയൊരു തുകയാണ് 5 ദിർഹം എന്ന് പറയുന്നത്. അത്രയും വിലയുള്ള ഒരു വസ്തു മോഷ്ടിച്ചാൽ കൈ മുറിക്കുന്ന ഒരുത്തൻ, അവനെ കുറിച്ച് നീ നിർഭയനായിരിക്കരുത്. അൻ തകൂന ഉഖൂബതുഹു ഫിൽ ആഖിറതി അദ്ആഫ ദാലിക്, അങ്ങനെയുള്ളവൻ ആഖിറത്തിൽ ഇതിനേക്കാൾ ഇരട്ടിയായി ശിക്ഷിക്കാൻ സാധ്യതയുണ്ട് എന്ന് നീ ഓർക്കണം. അല്ലെ, ഇപ്പൊ നമ്മൾ നിർഭയരായിരിക്കുന്നത് എന്താണ്? അള്ളാഹുവിന്റെ റഹ്മത്താണ് നമ്മൾ അനുഭവിക്കുന്നത്. പക്ഷേ ദുനിയാവിൽ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ചില ശിക്ഷകൾ നടപ്പിലാക്കുന്നുണ്ട്. ആ ശിക്ഷയെക്കുറിച്ച് ഓർത്താൽ അള്ളാഹുവിനെ കുറിച്ച് നമുക്ക് പേടിയുണ്ടാകും. അപ്പൊ ദുനിയാവിൽ ചില ആളുകൾക്ക് അള്ളാഹു മാപ്പ് കൊടുക്കും, ചിലരുടെ തെറ്റുകൾ അള്ളാഹു മറച്ചു വെക്കും, അങ്ങനെയൊക്കെ അള്ളാഹു തആല ചെയ്യും. പക്ഷേ ഒരാൾ മോഷ്ടിക്കുന്നത് സാക്ഷികൾ കണ്ടു കഴിഞ്ഞാൽ ആ മോഷ്ടിക്കപ്പെട്ട വസ്തുവിന്റെ ഉടമ മാപ്പ് കൊടുത്തിട്ടില്ലെങ്കിൽ അവന്റെ കൈ മുറിക്കും, ഇസ്ലാമിക ശരീഅത്ത് അനുസരിച്ച്. അതുപോലെ തന്നെ നമുക്കറിയാം, കൊലപാതകം ചെയ്താൽ സാക്ഷികളും തെളിവും ഒക്കെ ഉണ്ടെങ്കിൽ തലവെട്ടും. ഇതൊക്കെ അള്ളാഹു തന്നെയല്ലേ നടപ്പിലാക്കുന്നത്? റഹ്മാനും റഹീമുമായ അള്ളാഹു തന്നെയല്ലേ ഇതൊക്കെ നടപ്പിലാക്കുന്നത്, ഇതൊക്കെ ചെയ്യാൻ കൽപ്പിച്ചത്? അപ്പൊ അങ്ങനെയുള്ള അള്ളാഹുവിനെ കുറിച്ച് വളരെയധികം നിർഭയരായി ഒരു കൂസലുമില്ലാതെ നടക്കരുത് എന്നർത്ഥം. അപ്പൊ അള്ളാഹുവിനെ കുറിച്ചുള്ള പേടി ഒരാളുടെ മനസ്സിലുണ്ടെങ്കിൽ അവന്റെ ഉജ്ബ് നഷ്ടപ്പെടും. ഞാൻ വലിയവനാണെന്ന് തോന്നുന്നത് എപ്പോഴാണ്? നമ്മുടെ തെറ്റുകൾ നമ്മൾ മറക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ തെറ്റുകളുടെ പേരിൽ അള്ളാഹു നമ്മെ ശിക്ഷിക്കും എന്ന ബോധം നമുക്ക് നഷ്ടപ്പെടും. അപ്പൊ ആ ബോധം നമ്മുടെ മനസ്സിലുണ്ടാകണം. عن مصعب ابن عبد الله عن أبيه عن جده قال سأل القاسم بن محمد ابن أبي بكر الصديق رضي الله عنه سئل القاسم بن محمد رضي الله عنه من أعظم الناس ذنبا. ഖാസിം ഇബ്നു മുഹമ്മദ് റഹിമഹുല്ലാഹ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ പേരക്കുട്ടിയാണ്. വലിയൊരു ഫഖീഹായിരുന്നു. ഫുഖഹാ ഉൽ മദീന, താബിഈങ്ങളുടെ കാലത്ത് മദീനയിൽ ഉണ്ടായിരുന്ന പണ്ഡിതന്മാർ എന്നറിയപ്പെടുന്ന അൽ ഫുഖഹാ ഉസ്സബ്അ, 7 പണ്ഡിതന്മാർ എന്നറിയപ്പെടുന്ന 7 പേരിൽ ഒരാളാണ് ഖാസിം ഇബ്നു മുഹമ്മദ് റഹിമഹുല്ലാഹ്. അദ്ദേഹത്തോട് ചോദിച്ചു, മൻ അഅ്ളമുൻ നാസി ദംബ, ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ പാപി ആരാണ്? ഏറ്റവും ഗൗരവമുള്ള തെറ്റ് ചെയ്തത് ആരാണ്? അദ്ദേഹം പറഞ്ഞു, അഅ്ളമുൻ നാസി ദംബൻ അൻ യസ്തഖിഫ അർറജുലു ബിദംബിഹി, ഒരു മനുഷ്യൻ തന്റെ തെറ്റിനെ നിസ്സാരമായി കാണലാണ്. അതാണ് ഏറ്റവും വലിയ തെറ്റ്. ഒരു തെറ്റ് ചെയ്യുന്നുണ്ട്, അതിനെക്കുറിച്ചൊരു പേടിയില്ല, അതിനെക്കുറിച്ച് ചിന്തിക്കുന്നേയില്ല, വളരെ ലഘുവായി കാണും. ചിലപ്പോൾ തെറ്റ് ചെറുതായിരിക്കും, നേരെ മറിച്ച് മറ്റൊരാൾ അതിനേക്കാൾ വലിയൊരു തെറ്റ് ചെയ്യുന്നു, പക്ഷെ ആ തെറ്റിനെ കുറിച്ച് ഓർത്ത് പേടിയുണ്ട്, അതിൽ ദുഃഖമുണ്ട്. ഈ 2 പേരിൽ ആരാണ് വലിയ കുറ്റക്കാരൻ, ആരാണ് വലിയ പാപി? ഈ നിസ്സാരമായി കാണുന്നവനാണ്. കാരണം അത് അള്ളാഹുവിനെ കുറിച്ച് തീരെ പേടിയില്ലാത്തവന്റെ അടയാളമാണ്. ഒരുപക്ഷെ അള്ളാഹുവിൽ തന്നെ വിശ്വാസമില്ലാത്തത് കൊണ്ടായിരിക്കും അങ്ങനെ പാപങ്ങളെ നിസ്സാരമായി കാണുന്നത്. അതുകൊണ്ട് അതാണ് ഏറ്റവും വലിയ പാപം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അൻ അബ്ബാസ് ബിൻ മുഹമ്മദ് അദ്ദൂരി റഹിമഹുല്ലാഹ്, അറിയപ്പെട്ട ഒരു പണ്ഡിതനാണ് അബ്ബാസ് അദ്ദൂരി റഹിമഹുല്ലാഹ്. അദ്ദേഹം പറയുന്നു, സമിഅ്തു യഹ്യ ഇബ്നു മഈൻ റഹിമഹുല്ലാഹ് യഖൂൽ, യഹ്യ ഇബ്നു മഈൻ ഇമാം അഹ്മദിന്റെ
സമകാലികനായ വലിയ മുഹദ്ദിസാണ്. അദ്ദേഹം പറയുന്നത് ഞാൻ കേട്ടു, മാ റഅയ്തു മിസ്ല അഹ്മദ് ഇബ്നു ഹംബൽ, ഇമാം അഹ്മദ് ഇബ്നു ഹംബലിനെ പോലെ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. സഹിബ്നാഹു 50 സന, 50 വർഷം ഞാൻ അദ്ദേഹത്തോട് സഹവസിച്ചിട്ടുണ്ട്. 50 വർഷത്തെ സഹവാസം, 50 വർഷത്തെ സൗഹൃദം ഞങ്ങൾ തമ്മിലുണ്ടായി. മഫ്തഖറ അലൈന ബിശൈഇൻ മിമ്മാ കാന ഫീഹി മിനസ് സലാഹി വൽ ഖൈർ, ഈ 50 വർഷത്തിനിടയിൽ അദ്ദേഹത്തിന്റെ അടുത്തുള്ള ഖൈർ, അദ്ദേഹത്തിന്റെ സലാഹ്, അദ്ദേഹത്തിന്റെ നന്മ, അദ്ദേഹത്തിന്റെ അടുത്തുള്ള അറിവ്, യോഗ്യത, ഇതിന്റെ പേരിൽ അദ്ദേഹം ഒരിക്കൽ പോലും അഭിമാനിക്കുന്നത്, ഞങ്ങളെക്കാൾ മുന്തിയവനാണ് എന്ന് അദ്ദേഹം കാണിക്കുന്നത്, ഫഖർ കാണിക്കുന്നത് ഞങ്ങൾ അനുഭവിച്ചിട്ടില്ല, കണ്ടിട്ടില്ല. 50 വർഷത്തെ സഹവാസത്തിന് ശേഷം അബ്ബാസ് അദ്ദൂരി യഹ്യ ബിൻ മഈൻ റഹിമഹുല്ലാഹ് പറഞ്ഞതാണ്. ഇതാണ് മുൻഗാമികളുടെ സ്വഭാവം. അവർ അള്ളാഹുവിനെ അങ്ങേയറ്റം പേടിക്കുകയും അവരുടെ അടുത്തുള്ള എല്ലാ ഖൈറും അള്ളാഹു തന്നതാണ് എന്ന ബോധത്തോടുകൂടി വിനയത്തോടുകൂടി ജീവിക്കുകയും ചെയ്തവരായിരുന്നു. عن الربيع بن المنذر رحمه الله عن أبيه قال قال الربيع يا منذر قلت لبيك. റബീഉ ബിൻ മുൻദിർ റഹിമഹുല്ലാഹ് പറയാണ്, അദ്ദേഹത്തിന്റെ ഉപ്പ തന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ലാ യഗുറന്നക കസ്റതു സനാഇൻ നാസി മിൻ നഫ്സിക ഫഇന്നഹു ഖാലിസുൻ ഇലൈക അമലുക. ജനങ്ങൾ നിന്നെ പുകഴ്ത്തുന്നു, ധാരാളമായി പുകഴ്ത്തുന്നു എന്നുള്ളത് നിന്നെ വഞ്ചിക്കരുത്. ഫഇന്നഹു ഖാലിസുൻ ഇലൈക അമലുക, കാരണം നിന്റെ അമൽ നിന്റെ അടുത്തേക്ക് തന്നെ വരുന്നതാണ്. ആളുകൾ എത്ര പുകഴ്ത്തിയാലും ആ പുകഴ്ത്തലിന്റെ മദ്ഹിന്റെ ഇടയിലൂടെയൊക്കെ വന്ന് നിന്റെ അമല് നിന്റെ അടുത്ത് തന്നെ എത്തും. എന്ന് പറഞ്ഞാൽ നാളെ ആഖിറത്തിൽ ഈ അമലുകൾ നമ്മുടെ പിന്നാലെ വരും, അതൊരിക്കലും നമ്മെ വിട്ടുപോവുകയില്ല എന്നർത്ഥം. അപ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ അമലിനെ കുറിച്ചാണ് ചിന്തിക്കേണ്ടത്. നമ്മൾ എന്ത് ചെയ്യുന്നവനാണ്, നമ്മുടെ സ്വഭാവം എന്താണ്. അംജദ എന്നൊക്കെ മോങ്ങ, നമ്മൾ എന്ത് അമലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ സ്വഭാവം എന്താണ്, നമ്മുടെ സ്വഭാവം എന്താണ്, നമ്മൾ ചെയ്യുന്നത് നന്മയാണോ തിന്മയാണോ എന്നതിനെ കുറിച്ചായിരിക്കണം നമ്മൾ ചിന്തിക്കുന്നത്. പലരും ചിന്തിക്കുന്നത് എന്തായിരിക്കും, ആളുകൾ എന്നെ കുറിച്ച് എന്താണ് പറയുന്നത്, എത്ര ആളുകൾ എന്നെ കുറിച്ച് നല്ലത് പറയുന്നുണ്ട്, ആരൊക്കെ എന്നെ കുറ്റം പറയുന്നുണ്ട്, അതിനെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയാൽ അവൻ നശിച്ചു. കാരണം അവന് പിന്നെ അവന്റെ അമലുകൾ പൊളിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നതിനെ കുറിച്ച് ചിന്തയുണ്ടാവുകയില്ല. ആളുകളുടെ വാക്കിനെ കുറിച്ചായിരിക്കും ചിന്ത. ആളുകളുടെ പ്രശംസ കിട്ടാൻ എന്തൊക്കെയാണോ മാർഗം അത് ചെയ്യും, അത് ചിലപ്പോൾ തെറ്റായിരിക്കും. ആളുകൾ കുറ്റം പറയുന്നത് എന്താണോ അതൊക്കെ ഒഴിവാക്കാൻ നോക്കും, അത് ചിലപ്പോൾ നിർബന്ധമായ കാര്യങ്ങളായിരിക്കും, ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ലാത്ത കാര്യങ്ങളായിരിക്കും. അങ്ങനെ പതുക്കെ പതുക്കെ നശിച്ചു പോകും. നേരെ മറിച്ച് സ്വന്തം അമല് അത് ഖുർആന്റെയും സുന്നത്തിന്റെയും മുന്നിൽ വെച്ച് പരിശോധിച്ച് തെറ്റാണോ ശരിയാണോ എന്ന് നോക്കി തിരുത്തിക്കൊണ്ടാണ് ഒരാൾ ജീവിക്കുന്നതെങ്കിൽ അവരാണ് രക്ഷപ്പെടുക. അൻ ഷാഫി റഹിമഹുല്ലാഹ്, ഇമാം ഷാഫി റഹിമഹുല്ലാഹ് പറഞ്ഞതായി ഇമാം ദഹബി ഉദ്ധരിക്കുന്നു, ഇദാ ഖിഫ്ത അലാ അമലിക്കൽ ഉജ്ബ്, നീ നിന്റെ അമലിന്റെ മേൽ, നിന്റെ അമല് ഉജ്ബ് കാരണം പൊളിഞ്ഞു പോകുമെന്ന് പേടിച്ചാൽ, എന്തെങ്കിലും ഒരു അമല് ചെയ്യാൻ പോവാണ്, നമസ്കരിക്കാൻ പോവാണ്, തഹജ്ജുദ് നമസ്കരിക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ ഖുർആൻ ഓതുകയാണ്, എന്തെങ്കിലും ഒരു അമല് ചെയ്യുമ്പോൾ എനിക്ക് ഉജ്ബ് വരുമോ എന്ന് പേടിയുണ്ടെങ്കിൽ ഫദ്കുർ റിദാ മൻ തത്ലുബ്, നീ ആലോചിച്ച് നോക്കുക ആരുടെ തൃപ്തിയാണ് നീ ആഗ്രഹിക്കുന്നത്, ഈ അമല് നീ ആർക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്, അവനെ കുറിച്ച് ചിന്തിക്കുക, അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കുക. വഫി അയ്യി നഈമിൻ തർഗബ്, അപ്പൊ ആരെയാണോ നീ തൃപ്തിപ്പെടുത്താൻ പോകുന്നത് എന്ന് ആലോചിച്ച് നോക്കിയാൽ പിന്നെ നമുക്ക് നമ്മെക്കുറിച്ചുള്ള മതിപ്പ് പോകും. കാരണം അവൻ അർഹിക്കുന്നത് ഇതൊന്നുമല്ല, ഇതിനേക്കാൾ എത്രയോ വലുതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അർഹിക്കുന്നത്. അതുപോലെ തന്നെ വഫി അയ്യി നഈമിൻ തർഗബ്, ഏതൊരു സുഖമാണ് നീ ലക്ഷ്യം വെക്കുന്നത്, ഈ അമല് ചെയ്തിട്ട് എന്താണ് നീ ഉദ്ദേശിക്കുന്നത്, സ്വർഗമാണ്, ആ സ്വർഗത്തിനെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കുക. പലപ്പോഴും നമ്മൾ ചെയ്യുന്ന അമലുകൾ നമുക്കൊരു ആദത്തായി മാറും. കുറെ കാലം കഴിഞ്ഞാൽ, തുടക്കത്തിലൊക്കെ നമ്മളിപ്പോ നല്ല നിയ്യത്തിലായിരിക്കും, ഇപ്പോൾ ഖുർആൻ ഹിഫ്ലാക്കാൻ തുടങ്ങി, ഖുർആൻ പഠിക്കണം, ഹിഫ്ലാക്കണം, അള്ളാഹുവിന്റെ അജ്ർ ഉദ്ദേശിച്ച്, അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കും തുടങ്ങുന്നത്, കൂലി കിട്ടണം എന്നുള്ള നിയ്യത്തിലായിരിക്കും തുടങ്ങുന്നത്. പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഒരു ആദത്തായി മാറുന്നത്, പിന്നെ ഞാൻ എന്തിനാ അത് ചെയ്യുന്നതെന്ന് മറന്നുപോകും. കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ എവിടെയെങ്കിലും ആരെങ്കിലും പറയുന്നത് കേൾക്കുമ്പോഴേക്കും ഓർമ്മ വരിക, അങ്ങനെ ഒരു സംഗതി ഉണ്ടല്ലോ, സ്വർഗ്ഗമാണല്ലോ ഇതിന്റെ ലക്ഷ്യം എന്ന് ചിലപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞിട്ടോ മാസങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് ഓർമ്മ വരുന്നത്. അപ്പോ അതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കുക, ആരുടെ തൃപ്തിയാണ് നീ ആഗ്രഹിക്കുന്നത്, എന്ത് സുഖമാണ് നീ ലക്ഷ്യം വെക്കുന്നത്. സ്വർഗത്തെക്കുറിച്ച് ഒരു നിമിഷം സങ്കല്പിക്കാം. സ്വർഗത്തെക്കുറിച്ച് അള്ളാഹു പറഞ്ഞ വിശേഷണങ്ങൾ, സ്വർഗത്തിലുള്ള സുഖങ്ങൾ, സ്വർഗത്തിലുള്ള അനശ്വരത ആലോചിച്ച് നോക്കൂ. ദുനിയാവിൽ നമുക്ക് എന്തായാലും മരണം എന്ന് പറയുന്നൊരു അവസാനമുണ്ട്, അതില്ലാത്ത അവസ്ഥ. അതുപോലെ ഒരിക്കലും രോഗങ്ങൾ ഉണ്ടാവുകയില്ല എന്നുള്ളൊരു ഉറപ്പ് നമുക്ക് കിട്ടുന്നു. അത് മാത്രം മതി സ്വർഗത്തിലൊരു സുഖമായിട്ട്. അപ്പൊ ഇതൊക്കെയുള്ള സ്വർഗമാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത്, അതിന് പകരമാണ് ഈ പണി ചെയ്യുന്നത് എന്ന് ആലോചിച്ചാൽ പിന്നെ ഉജ്ബിന്റെ വല്ല കാര്യമുണ്ടോ? ഒരിക്കലുമില്ല.
പിന്നെ നമുക്ക് നമ്മെക്കുറിച്ച് മതിപ്പ് തോന്നേണ്ടതില്ല. ആ സ്വർഗം അത് നമ്മൾ ഈ ചെയ്യുന്ന അമലുകളൊന്നുമല്ല അർഹിക്കുന്നത്. അതിനേക്കാൾ എത്രയോ ഇരട്ടി ഇരട്ടി യഥാർത്ഥത്തിൽ ചെയ്യേണ്ടതുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കുമ്പോൾ സ്വർഗത്തിലുള്ളത് പോലെയുള്ള സുഖങ്ങൾ നമുക്ക് ദുനിയാവിൽ തരാമെന്നൊരാൾ പറഞ്ഞു, അല്ലെങ്കിൽ അതിനേക്കാൾ എത്രയോ ചെറുത് തരാമെന്ന് പറഞ്ഞു എന്ന് വിചാരിക്കാം. ഒരു കാര്യം ചെയ്താൽ എന്തെങ്കിലും ഒരു കിതാബ് തന്നിട്ട്, അല്ലെങ്കിൽ ഖുർആൻ തന്നെ ആയിക്കോട്ടെ, ഖുർആൻ തന്നിട്ട് നമ്മളോട് പറയാണ് ഇത് ഓതിക്കൊണ്ടിരുന്നാൽ ഇത് ദിവസവും ഒരു 5 മണിക്കൂർ വീതം ഓതുക. അങ്ങനെ 1 വർഷം കഴിഞ്ഞാൽ അല്ലെങ്കിൽ 2 വർഷം കഴിഞ്ഞാൽ നിനക്കൊരു വീട്, വലിയൊരു വീട്, വിശാലമായ വീടും കുറെ സ്ഥലവും തരാം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു നാട്ടിൽ നമുക്ക് ജീവിക്കാനുള്ള അവസരം, അവിടുത്തെ ഒരു സ്ഥിരതാമസത്തിനുള്ള പെർമിറ്റ് തരാം, വിസ തരാം എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ എന്തെങ്കിലും ദുനിയാവിന്റെ ഒരു സുഖം നമുക്ക് വാഗ്ദാനം ചെയ്താൽ, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നത്, ഓരോ പ്രായത്തിൽ ഓരോരുത്തർക്കും ഓരോ ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കും, നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്താണോ അത് തരാമെന്ന് പറഞ്ഞാൽ അതെന്താണെന്ന് ചിന്തിച്ച് നോക്കുക. എന്നിട്ട് അത് കിട്ടുമെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യൂലേ അമല്? ആ അമല് ചെയ്യുമ്പോൾ ഈ 5 മണിക്കൂർ ഓതുമ്പോൾ നമുക്ക് അഹങ്കാരം തോന്നുമോ? അല്ലെങ്കിൽ നമുക്ക് നമ്മളെ കുറിച്ച് ഒരു ഒജിബ് തോന്നുമോ? ഇല്ല. നമ്മളെന്തായിരിക്കും? നമ്മുടെ മനസ്സിൽ ആ ലക്ഷ്യം മാത്രമായിരിക്കും. അപ്പൊ നമ്മളെ കുറിച്ചൊരു മതിപ്പ് ഒരിക്കലും നമുക്ക് തോന്നുകയില്ല. അതിനെക്കുറിച്ച് നീ ചിന്തിക്കുക. വമിൻ അയ്യി ഇഖാബിൻ തർഹബ്, മൂന്നാമതായി നീ എന്ത് അദാബിൽ നിന്നാണ് രക്ഷപ്പെടാൻ നോക്കുന്നത്? നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനാണല്ലോ നമ്മൾ അമല് ചെയ്യുന്നത്. ഒരു ലക്ഷ്യം അതാണല്ലോ അമലുകളുടെ. അപ്പൊ ആ നരകത്തെക്കുറിച്ച് നീ ചിന്തിച്ചു നോക്കുക. ഒരു ചെറിയ തീ കത്തിച്ച്, ഒരു മെഴുകുതിരി കത്തിച്ചു വെച്ചാൽ 1 സെക്കൻഡ് 2 സെക്കൻഡ് ആ മെഴുകുതിരിയുടെ അതിന്റെ നാളം അതിൽ നമ്മുടെ കൈവെക്കാൻ നമുക്ക് സാധിക്കുകയില്ല. എന്നാൽ ഈ ദുനിയാവിലെ തീയിന്റെ 70 ഇരട്ടി ചൂടാണ് ആഖിറത്തിലെത്തി, നരകത്തിലെത്തി. ഇത്രയും കടുത്ത ശിക്ഷ, നരകത്തിലുള്ള മറ്റ് അദാബുകൾ, ഖബറിലുള്ള അദാബ്, ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയാണ് നമ്മൾ തഖ്വയോട് ജീവിക്കേണ്ടത്, അല്ലെങ്കിൽ ഇബാദത്തുകൾ ചെയ്യേണ്ടത്. അപ്പൊ ആ അദാബിനെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കുക. എന്നിട്ട് ഇമാം ശാഫിഈ പറയുന്നു, ഫമൻ ഫക്കറ ഫീ ദാലിക്, ആരാണോ ഈ 3 കാര്യങ്ങൾ ചിന്തിക്കുന്നത്, ഒന്ന് അള്ളാഹുവിനെ കുറിച്ച്, രണ്ടാമത്തേത് സ്വർഗത്തെക്കുറിച്ച്, നരകത്തെക്കുറിച്ച്, ഇത് ചിന്തിച്ചാൽ സുഗ്റ ഇൻദഹു അമലുഹു, അവന്റെ അമൽ അവന്റെ കണ്ണിൽ ചെറുതായി പോകും, ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒന്നുമല്ല എന്ന് തോന്നിപ്പോകും. അൻ മാലിക് ഇബ്നു ദീനാർ റഹിമഹുല്ലാഹ് ഖാല, ഇമാം മാലിക് ഇബ്നു ദീനാർ താബിഈയാണ്, അദ്ദേഹം പറയുന്നു, തൽഖ റജുല വമാ യൽഹനു ഹർഫ, ചില ആളുകളെ നീ കാണും ഒരു ഹർഫിൽ പോലും അവർക്ക് നാവ് പിഴക്കുകയില്ല, ഒരു വാക്ക് പോലും അവർ സംസാരിക്കുമ്പോൾ തെറ്റുകയില്ല. അത് ചിലപ്പോൾ ഖുർആൻ പാരായണത്തിലാകാം അദ്ദേഹം ഉദ്ദേശിക്കുന്നത്, ചിലപ്പോൾ സാധാരണ സംസാരത്തിലാകാം, ഒരു വ്യാകരണ പിശക്, നഹവിന്റെ തെറ്റ്, അല്ലെങ്കിൽ ഖുർആൻ ഓതുമ്പോൾ ഒരു അക്ഷരത്തെറ്റ് ഒരു സ്ഥലത്തും ഉണ്ടാവുകയില്ല. സാധാരണഗതിയിൽ ഒരാൾക്ക് ഉജ്ബ് തോന്നാൻ കാരണമാകുന്ന ഒരു അവസ്ഥയാണത്. നന്നായി സംസാരിക്കാനുള്ള കഴിവുണ്ട്, തപ്പിത്തടയിലില്ലാതെ സംസാരിക്കുന്നുണ്ട്, പ്രസംഗിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഖുർആൻ ഓതുന്നുണ്ട്, അങ്ങനെയുള്ള നല്ല കഴിവുള്ള ഒരാൾ. വഅമലുഹു ലഹ്നുൻ കുല്ലുഹു, അവന്റെ അമല് മുഴുവൻ പിശകാണ്, ലഹനാണ്, അവന്റെ പ്രവൃത്തികൾ മുഴുവനും അതിന്റെ ഗ്രാമർ തെറ്റാണ്. അപ്പോ ആ ഉജ്ബ് മാറാനുള്ള മാർഗം ഇതാണ്, അമലിനെ കുറിച്ച് ചിന്തിച്ചു നോക്കുക. ഇൽമിന്റെ കാര്യത്തിൽ നമുക്ക് ഉജ്ബ് തോന്നുകയാണെങ്കിൽ നമ്മുടെ അമലിനെ കുറിച്ച് ചിന്തിച്ചു നോക്കുക, അതിന്റെ അവസ്ഥ എന്താണ്. അൻ അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ലാഹ് ഖാല, കാന സുഫിയാൻ അസ്-സൗരി ഇദാ ഖീല ലഹു ഇന്നഹു റുഇയ ഫിൽ മനാം, ഇമാം സുഫിയാൻ അസ്-സൗരിയോട് അദ്ദേഹത്തെ ആരെങ്കിലും സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട് എന്ന് വന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയുന്ന മറുപടി എന്താണ്? അതിനെക്കുറിച്ചാണ് ഇമാം അഹ്മദ് പറയുന്നത്. അതിനു മുമ്പ് സ്വപ്നം എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, 3 തരത്തിൽ സ്വപ്നമുണ്ട്. ഒന്ന് അൽ ഹുൽമു മിനശ് ശൈത്താൻ, പിശാച് ഉണ്ടാക്കുന്ന ഹുൽമ്, പിശാച് ഉണ്ടാക്കുന്ന ദുസ്വപ്നങ്ങൾ, ചീത്ത സ്വപ്നങ്ങൾ പിശാച് ഉണ്ടാക്കുന്നതാണ്. ചീത്ത സ്വപ്നം കണ്ടാൽ എന്താണ് ചെയ്യേണ്ടത്? സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 3 കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഒന്ന് ഇടതു ഭാഗത്തേക്ക് തുപ്പുക, രണ്ടാമത്തേത് അഊദു ബില്ലാഹ് എന്ന് പറഞ്ഞ് അള്ളാഹുവിൽ കാവൽ തേടുക, മൂന്നാമത്തേത് കിടന്നിരുന്ന സ്ഥാനം മാറി തിരിഞ്ഞു കിടക്കുക. ഇതാണ് ചീത്ത സ്വപ്നം കണ്ടാൽ ചെയ്യേണ്ടത്. നല്ല സ്വപ്നം കണ്ടാൽ എന്താണ് ചെയ്യേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് അവന് ഇഷ്ടമുള്ള ആളുകളോട് മാത്രം പറയുക, എല്ലാവരോടും പറഞ്ഞു നടക്കരുത്, ഇഷ്ടമുള്ള ആളുകളോട് മാത്രം പറയുക. എന്താണ് അങ്ങനെ പറയാനുള്ള കാരണം? പണ്ഡിതന്മാർ പറയുന്നത്, നല്ല സ്വപ്നം എന്ന് പറഞ്ഞാൽ അത് ഒരു നല്ല ലക്ഷണമാണ്, അത് അള്ളാഹുവിൽ നിന്നുള്ളതാണ്. അപ്പൊ അത് നമുക്ക് ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ നമ്മെ ഇഷ്ടപ്പെടാത്ത ആളുകളോട് പറഞ്ഞാൽ അവർക്ക് നമ്മുടെ അസൂയ തോന്നും. അതിന്റെ പേരിൽ ചിലപ്പോ ആ അസൂയ കാരണം നമുക്ക് കണ്ണീർ തട്ടുകയോ മറ്റു ഷെറുകൾ ഉണ്ടാകും. മൂന്നാമത്തേത് ഹദീസുൻ നഫ്സ്, മൂന്നാമത്തേനും സ്വപ്നം നമ്മൾ സ്ഥിരമായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ച് നമ്മൾ ചിലപ്പോൾ സ്വപ്നം കാണും. അത് നമ്മുടെ മനസ്സ് ഉറക്കത്തിൽ നമ്മോട് തന്നെ സംസാരിക്കുന്നതാണ്, അത് സ്വപ്നമല്ല. ഹദീസുൻ നഫ്സ് എന്നാണ് അതിന് പറയാം, മനസ്സിന്റെ സംസാരം. ഈ 3 തരത്തിലായിരിക്കും സ്വപ്നം. അപ്പൊ സ്വപ്നം എന്ന് പറയുന്നത് അത് നല്ല സ്വപ്നമാണെങ്കിൽ അത് പുലരാൻ സാധ്യതയുണ്ട്. സ്വപ്ന വ്യാഖ്യാനം എന്ന് പറയുന്നത് ദീനിലുള്ളതാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന്റെ സ്വപ്നങ്ങൾ വ്യാഖ്യാനിക്കാറുണ്ടായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ അവരുടെ ബന്ധുക്കളുടെയും മറ്റുമൊക്കെ സ്വപ്നം വ്യാഖ്യാനിച്ചു കൊടുക്കാറുണ്ടായിരുന്നു. അപ്പോൾ നമുക്കറിയാം സൂറത്ത് യൂസുഫിൽ അള്ളാഹു താല വിശദീകരിച്ചിട്ടുള്ളത്. യൂസുഫ് നബി അലൈഹി സ്വലാമിന് അള്ളാഹു താല കൊടുത്ത ഇൽമാണ് സ്വപ്ന വ്യാഖ്യാനം എന്ന് പറയുന്നത്. അപ്പോൾ നല്ല സ്വപ്നം എന്ന് പറയുന്നത് അള്ളാഹു ഒരാൾക്ക് നൽകുന്ന ആശ്വാസത്തിൽപ്പെട്ടതാണ്. പ്രത്യേകിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വപ്നം കാണുക. മുൻഗാമികൾ പലരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വപ്നം കണ്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രൂപത്തിൽ പിശാചിന് വരാൻ സാധിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വപ്നത്തിൽ കണ്ടാൽ അത് നബി തന്നെയാണ്. വേറെ ആൾക്ക് അല്ലെങ്കിൽ പിശാചിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രൂപത്തിൽ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെടാൻ സാധിക്കുകയില്ല. ഹദീസിൽ വന്നിട്ടുള്ളതാണ്. അപ്പോൾ സ്വപ്നത്തെക്കുറിച്ച് ഒരുപാട് മസലകളുണ്ട്, പഠിക്കേണ്ട സംഗതിയാണ്. ഒരാൾ നബി സുഫിയാൻ അസ്-സൗരിയോട് താങ്കളെ സ്വപ്നം കണ്ടു എന്ന് വന്ന് പറഞ്ഞാൽ യഖൂൽ, അദ്ദേഹം പറയും, അന അഅറഫു ബിനഫ്സി മിൻ അസ്ഹാബിൽ മനാമാത്ത്. ഈ സ്വപ്നം കണ്ട ആളുകളെക്കാളൊക്കെ എൻ്റെ നഫ്സിനെ കുറിച്ച് എനിക്കറിയാം, എൻ്റെ കുറ്റങ്ങൾ എനിക്കറിയാം. അതുകൊണ്ട് ഈ സ്വപ്നത്തിൽ ഞാൻ എത്ര മഹാനായി എത്ര നല്ല അവസ്ഥയിൽ എന്നെ കണ്ടു എന്ന് പറഞ്ഞ് ഞാനതിൽ വഞ്ചിതനാവുകയില്ല എന്നർത്ഥം. ഇമാം അഹ്മദ് റഹിമഹുല്ലാ പറഞ്ഞതായി കാണാം, അർറുയ തസുറുൽ മുഅ്മിൻ വലാ തഗുറുഹു. സ്വപ്നം ഒരു മുസ്ലിമിനെ സന്തോഷിപ്പിക്കും, പക്ഷെ അവനെ വഞ്ചിക്കുകയില്ല. ഒരു മുഅ്മിനെ വഞ്ചിക്കുകയില്ല. ചിലപ്പോൾ സ്വപ്നത്തിൽ സ്വർഗത്തിലെത്തിയതായിട്ടൊക്കെ കാണും. അപ്പോൾ അത് കണ്ടിട്ട് ഒരാൾ മതിമറന്ന് ഞാൻ സ്വപ്നത്തിലാണെന്ന് ഉറപ്പായി, അതുകൊണ്ട് അവൻ ചിലപ്പോൾ അമലുകൾ കുറഞ്ഞു പോകും, അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റുകൾ ചെയ്യും. ചിലപ്പോൾ പിശാച് സ്വപ്നം കാണിക്കും. സ്വപ്നത്തിൽ പിശാച് ചിലപ്പോൾ നമുക്ക് ഫിത്നയാകുന്ന തരത്തിൽ ആളുകൾ നമ്മൾ പുകഴ്ത്തുന്നതായിട്ട്, അല്ലെങ്കിൽ ഇന്ന ഒരു കാര്യം ചെയ്താൽ നമുക്ക് കൂടുതൽ ആളുകളുടെ പ്രശംസ കിട്ടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും വസ്വാസുകൾ ശൈത്താൻ സ്വപ്നത്തിലുണ്ടാക്കും. അതൊരു മുഅ്മിനെ വഞ്ചിക്കാൻ പാടില്ല എന്ന് ഇമാം അഹ്മദ് റഹിമഹുല്ലാ പറയാറുണ്ട്. അനിൽ മർറൂദി റഹിമഹുല്ലാ, ഇമാം അഹ്മദിന്റെ ശിഷ്യനായ ഇമാം അബൂബക്കർ അൽ മർറൂദി റഹിമഹുല്ലാ പറയുന്നു, ഖാല അദ്ഖൽതു ഇബ്രാഹിം അൽ ഹുസരി അലാ അബി അബ്ദില്ലാ. ഇബ്രാഹിം അൽ ഹുസരി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഇമാം അഹ്മദിന്റെ അടുത്ത് ഞാൻ കൊണ്ടുവന്നു. അബു അബ്ദില്ല എന്ന് പറയുന്നത് ഇമാം അഹ്മദാണ്. വഖാന റജുലൻ സാലിഹൻ, ഈ വന്ന ആള്, സന്ദർശിക്കാൻ വന്ന ആള് ഒരു സാലിഹായ മനുഷ്യനാണ്. ഫഖാല, അദ്ദേഹം പറഞ്ഞു, ഈ വന്ന ആൾ പറഞ്ഞു, ഇന്ന ഉമ്മി റഅത് ലക മനാമൻ ഹുവ കദാ വകദാ. എൻ്റെ ഉമ്മ താങ്കളെ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട്, ഇങ്ങനെയാണ് കണ്ടത് എന്ന് പറഞ്ഞ് വിശദീകരിച്ചു കൊടുത്തു. വദക്കറത് അൽ ജന്ന, അങ്ങനെ പറഞ്ഞു അവസാനം സ്വർഗത്തിലെത്തിയതായിട്ട് പറഞ്ഞു. ഇമാം അഹ്മദ് സ്വർഗത്തിലെത്തിയതായി ഇദ്ദേഹത്തിന്റെ ഉമ്മ കണ്ടിട്ടുണ്ട് സ്വപ്നത്തിൽ. ഫഖാല, ഇമാം അഹ്മദ് പറഞ്ഞു, യാ അഖി ഇന്ന സഹ്ല ഇബ്നു സലാമ, സഹ്ൽ ഇബ്നു സലാമ എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. കാന അന്നാസു യഖ്ബറൂനഹു ബിമിസ്ലി ഹാദാ. അദ്ദേഹത്തോട് പലരും ഇങ്ങനെ വന്ന് പറഞ്ഞിട്ടുണ്ട്, താങ്കൾ സ്വർഗത്തിലെത്തിയതായിട്ട് സ്വപ്നം കണ്ടിട്ടുണ്ട് എന്നുള്ളത് അദ്ദേഹത്തോട് പലരും പറഞ്ഞിട്ടുണ്ട്. സാന്ദർഭികമായിട്ടൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, എന്തുകൊണ്ടാണെന്നറിയില്ല, അടുത്ത കാലത്ത് ഈ നമ്മുടെയൊക്കെ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് ഇപ്പോൾ തൊട്ടടുത്തുള്ള കാലത്ത് നല്ല സ്വപ്നങ്ങൾ ആളുകൾ പറയുന്നത് വളരെ കുറവാണ്. ഒരുപക്ഷെ നമ്മൾ സുന്നത്തുകൾ എടുക്കാത്തത് കൊണ്ട്, ഉറങ്ങുമ്പോഴുള്ള സുന്നത്തും ദിക്റുകളും ഒന്നും ഇല്ലാത്തത് കൊണ്ടായിരിക്കാം നല്ല സ്വപ്നങ്ങളെക്കുറിച്ച് ആളുകൾ പറയുന്നത് വളരെ കുറവാണ്. പഴയ കാലത്ത് നമ്മുടെ വല്യപ്പമാരുടെയും അവരുടെ ഉപ്പമാരുടെയൊക്കെ കാലത്ത് ജീവിച്ചിരുന്ന പണ്ഡിതന്മാരും അന്നുള്ള സാധാരണക്കാർ വരെ പറഞ്ഞതായി ഇങ്ങനെയുള്ള ധാരാളം സ്വപ്നങ്ങൾ കേട്ടിട്ടുണ്ട്, സ്വർഗത്തിൽ പോകുന്നതായിട്ട്. അതുപോലെ തന്നെ ഖബറിൽ അവരുടെ ബന്ധുക്കളൊക്കെ മരിച്ചാൽ ഖബറിൽ നല്ല അവസ്ഥയിൽ കഴിയുന്നതായിട്ട്, മരണപ്പെട്ടുപോയ മാതാപിതാക്കൾ വന്ന് സംസാരിക്കുന്നതായിട്ട്, ഇങ്ങനെയുള്ള സ്വപ്നങ്ങളൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട്. പക്ഷെ ഇന്ന് അങ്ങനെയുള്ള സ്വപ്നങ്ങളെ കുറിച്ച് കേൾക്കുന്നത് വളരെ കുറവാണ്. ഒരുപക്ഷെ ഈ കാരണങ്ങൾ കൊണ്ടായിരിക്കും, തഖ്വ കുറവായതുകൊണ്ട്, അതല്ലെങ്കിൽ ഈ അദബുകൾ പാലിച്ച് ഉറങ്ങാത്തത് കൊണ്ട് മോശമായ സ്വപ്നങ്ങൾ വളരെ കൂടുതൽ കേൾക്കാറുമുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള സുന്നത്തുകൾ ജീവിപ്പിക്കണം. ഇശാ കഴിഞ്ഞിട്ട് ഉറക്കമൊഴിച്ച് കുറേ നേരം ഇരിക്കുന്നത് തന്നെ നിരുത്സാഹപ്പെടുത്തിയ കാര്യമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. അത് എന്ത് ആവശ്യത്തിനായിരുന്നാലും, ദീനിയായ ഉപകാരമുള്ള കാര്യങ്ങൾ ഒഴികെ അനാവശ്യമായ കാര്യങ്ങൾക്കാണെങ്കിൽ, ഹലാലാണെങ്കിൽ പോലും അത് കറാഹത്താണ്. ഹലാലായ ഒരു ആവശ്യത്തിന് വേണ്ടി ഇശാ കഴിഞ്ഞിട്ടിരിക്കുന്നത് മക്രൂഹാണ്. കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യക്റഹു അന്നൗമ ഖബ്ലഹ വൽ കലാമ ബഅദഹ. ഇശാഇന് മുമ്പ് ഉറങ്ങുന്നതും ഇശാ കഴിഞ്ഞിട്ട് സംസാരിക്കുന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെറുത്തിരുന്നു. ഇപ്പൊ ഈ മൊബൈൽ ഫോൺ വന്നതിന് ശേഷം നഷ്ടപ്പെട്ടൊരു സുന്നത്താണത്, ഇശാ കഴിഞ്ഞാൽ ഉടനെ ഉറങ്ങുക എന്നുള്ളത്. കുറേ സമയം നമ്മൾ അതിൽ സമയം കളയും. ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്, അള്ളാഹുവിന്റെ നിഅമത്തിനോട് കാണിക്കുന്ന നന്ദികേടാണ് രാത്രി ഉറക്കം വൈകിക്കുക എന്നുള്ളത്. കാരണം ഉറങ്ങാൻ വേണ്ടി രാത്രിയെ ഇരുട്ടാക്കി തന്നു എന്നുള്ളത് അള്ളാഹു ഒരു നിഅമത്തായ ഖുർആനിൽ പല സ്ഥലത്തും എടുത്തു പറഞ്ഞിട്ടുള്ളതാണ്, പല സ്ഥലത്ത് ആവർത്തിച്ചിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു അനുഗ്രഹമായി അള്ളാഹു എടുത്തു പറഞ്ഞിട്ടുണ്ട്, രാത്രി നിങ്ങൾക്ക് വിശ്രമിക്കാൻ ഇരുട്ടാക്കി തന്നില്ലേ എന്നുള്ള കാര്യം. അപ്പൊ അതിനോട് കാണിക്കുന്ന നന്ദികേടാണ് നമ്മൾ വെളിച്ചമുണ്ടാക്കി രാത്രിയിൽ ഉറങ്ങാതെ പകലാക്കി മാറ്റുക എന്നുള്ളത്.
ആവശ്യത്തിനാണെങ്കിൽ തിരക്കേടില്ല. ആവശ്യമില്ലാതെ ഉറക്കം കളയുക എന്നുള്ളത് മക്രൂഹാണ്. അപ്പോൾ അദ്ദേഹം പറയാണ്, ഇമാം അഹ്മദ് പറയുകയാണ്, സഹൽ ബിൻ സലാം എന്ന് പറയുന്ന വ്യക്തിയോട് ആളുകൾ ഇങ്ങനെ പല സ്വപ്നങ്ങളും പറയാറുണ്ടായിരുന്നു, അദ്ദേഹത്തെ സ്വർഗത്ത് കണ്ടതായിട്ടും മറ്റുമൊക്കെ. വഖറജ ഇലാ സഫ്കി ദിമാ, അദ്ദേഹം പിന്നീട് ആളുകളുടെ രക്തം ചിന്താൻ തുടങ്ങി, ഖവാരിജായി മാറി. കാരണം സ്വർഗത്തിലാണെന്നുള്ള ഉറപ്പ് കിട്ടിയല്ലോ, അദ്ദേഹത്തിന് അഹങ്കാരമുണ്ടായി, മറ്റുള്ള ആളുകളെ കുറിച്ചൊക്കെ പുച്ഛമായി, അവരെ കാഫിറാക്കാൻ തുടങ്ങി. അദ്ദേഹം അവസാനം ഒരു ഖാരിജിയായി മാറി. എന്നിട്ടാണ് ഇമാം അഹ്മദ് ഈ വാക്ക് പറഞ്ഞത്, അർറുയ തസുറുൽ മുഅ്മിൻ, ഒരു സ്വപ്നം മുഅ്മിനെ വിശ്വാസിയെ സന്തോഷിപ്പിക്കും, വലാ തഗുറുഹു, പക്ഷെ അവനെ വഞ്ചിക്കുകയില്ല. നല്ല സ്വപ്നം നമ്മളെ കുറിച്ച് ആരെങ്കിലും കണ്ടാൽ അൽഹംദുലില്ലാ അതിൽ നമ്മൾ സന്തോഷിക്കും, പക്ഷേ അത് ഉറപ്പ് വിചാരിച്ച് വിശ്വസിച്ച് അതിൽ തന്നെ പിടിച്ചു തൂങ്ങി അങ്ങനെ വഴിതെറ്റിപ്പോകാൻ പാടില്ല എന്നർത്ഥം. അൻ അബ്ബാസ് അദ്ദൂരി റഹിമഹുല്ലാഹ്, ഇമാം അഹ്മദിന്റെ ശിഷ്യനായ അബ്ബാസ് അദ്ദൂരി റഹിമഹുല്ലാഹ് പറയുന്നു, ഹദ്ദസന അലി ഇബ്നു അബി ഫസാറ ജാറുന, ഞങ്ങളുടെ അയൽവാസിയായ അലി ഇബ്നു അബി ഫസാറ എന്ന് പറയുന്ന സഹോദരൻ ഞങ്ങളോട് പറഞ്ഞു, കാനത്ത് ഉമ്മി മുഖഅദ, എന്റെ ഉമ്മ രോഗിയായി കിടപ്പിലായിരുന്നു, മിൻ നഹ്വി 20 സന, 20 വർഷത്തോളമായിട്ട്. ഫഖാലത്ത് ലി യൗമൻ, ഒരു ദിവസം എന്നോട് പറഞ്ഞു, ഇദ്ഹബ് ഇലാ അഹ്മദ് ബിൻ ഹംബൽ, നീ അഹ്മദ് ബിൻ ഹംബലിന്റെ അടുത്തേക്ക് പോവുക, ഫസൽഹു അൻ യദ്ഉ ലി, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടണം. നോക്ക്, നിങ്ങൾ മുമ്പ് കാലത്തുണ്ടായിരുന്ന മഹാന്മാര്, അവരുടെ കാലത്തുള്ള സ്ത്രീകൾ വരെ പണ്ഡിതന്മാരെ കുറിച്ച് അറിയാമായിരുന്നു, അവരുടെ വില അറിയാമായിരുന്നു. അപ്പൊ ഈ വയസ്സായ കിടപ്പിലായ ഉമ്മ ഇമാം അഹ്മദിനോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടാൻ വേണ്ടി മകനെ പറഞ്ഞേക്കുകയാണ്. ഫഅതൈതു ഫദഖഖ്തു അലൈഹി, അങ്ങനെ ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി വാതിൽ മുട്ടി. ഫഖാല മൻ ഹാദാ, ഇതാരാണ് എന്ന് ഇമാം അഹ്മദ് ചോദിച്ചു. ഖുൽതു റജുലുൻ സഅലത്നി ഉമ്മി വഹിയ മുഖഅദ അൻ അസ്അലക ദുആ, കിടപ്പിലായ ഒരു ഉമ്മയുടെ മകനാണ്, ഒരു സാധാരണക്കാരനാണ്. ആ ഉമ്മ താങ്കളോട് ദുആ ചെയ്യാൻ എന്നെ പറഞ്ഞയച്ചതാണ്, ദുആക്ക് ആവശ്യപ്പെടാൻ വേണ്ടി. ഫസമിഅത് കലാമഹു കലാമ റജുലിൻ മുഗ്ളബ്. പിന്നെ ഇത് പറഞ്ഞപ്പോൾ ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് ദേഷ്യം പിടിച്ച പോലെയാണ് മറുപടി പറഞ്ഞത്. കോപാകുലനായ ഒരാളുടെ ശബ്ദമാണ് ഞാൻ പിന്നീട് കേട്ടത്. ഫഖാല നഹ്നു അഹ്വജു അൻ തദ്ഉ അല്ലാഹ ലനാ, ആ ഉമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് ഞാൻ കൂടുതൽ ആവശ്യക്കാരനായിട്ടുള്ളത്, അവരെക്കാളും പ്രാർത്ഥന വേണ്ടത് എനിക്കാണ്, അതുകൊണ്ട് ഉമ്മാനോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുമെന്ന് ദേഷ്യത്തിൽ ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് പറഞ്ഞു. ഇമാം അഹ്മദിന് അത് ഇഷ്ടപ്പെട്ടില്ല, പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടത്. കാരണം ഫضൽ കുറഞ്ഞ ഒരാളാണ് സാധാരണ ഫضൽ കൂടിയ ഒരാളോട് പ്രാർത്ഥിക്കാൻ പറയാം. അപ്പൊ എന്നെ ആ ഉമ്മ വലിയ സ്ഥാനത്ത് വെച്ചിരിക്കുന്നു, അത് ഇമാം അഹ്മദിന് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയൂ എന്ന് ദേഷ്യത്തിൽ അദ്ദേഹം പറഞ്ഞു. ഫവല്ലൈതു മുൻസരിഫൻ ഫഖറജത് അജൂസുൻ, ഞാൻ പുറത്തിറങ്ങി മടങ്ങിപ്പോയി. ഫഖറജത് അജൂസുൻ, അവ വീട്ടിൽ നിന്ന് ഒരു പ്രായമായ സ്ത്രീ ഇറങ്ങി വന്നു. ഫഖാലത്ത്, എന്നിട്ട് അദ്ദേഹത്തോട് ഈ സ്ത്രീ പറഞ്ഞു, ഖദ് തറക്തുഹു യദ്ഉ ലഹാ ഫജിഅ്തു ഇലാ ബൈതിനാ ഫഖാല ഖദ് തറക്തുഹു യദ്ഉ ലഹാ. ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്ന വയസ്സായ സ്ത്രീ, ഒരുപക്ഷെ ഇമാം അഹ്മദിന്റെ ഭാര്യയോ മറ്റായിരിക്കാം, അവര് ഈ വ്യക്തിയോട് പറഞ്ഞു, നീ പേടിക്കേണ്ടതില്ല, ഇമാം അഹ്മദ് നിന്റെ ഉമ്മാക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പൊ ദേഷ്യം പിടിച്ച് ഇയാളെ ആട്ടി വിട്ടിട്ടും ഇമാം അഹ്മദ് ആ ഉമ്മാക്ക് വേണ്ടി അവിടെ പ്രാർത്ഥിക്കുന്നുണ്ട്, കാരണം ആവശ്യപ്പെട്ടതാണല്ലോ എന്ന് വിചാരിച്ചിട്ട്. എന്നിട്ട് ഈ സംഭവം റിപ്പോർട്ട് ചെയ്യുന്ന വ്യക്തി, ഈ മകൻ, അദ്ദേഹം പറയുന്നു, ഫജിഅ്തു ഇലാ ബൈതിനാ വദഖഖ്തുൽ ബാബ്, ഞാൻ വീട്ടിലെത്തി വാതിൽ മുട്ടിയപ്പോൾ ഫഖറജത് ഉമ്മി അലാ റിജ്ലൈഹാ തംഷി, 20 വർഷമായിട്ട് കിടപ്പിലായിരുന്ന ഈ ഉമ്മ നടന്നു വന്നു. ഇമാം അഹ്മദിന്റെ പ്രാർത്ഥന കൊണ്ടായിരിക്കാം, അല്ലാഹു അലം. ഈ സംഭവം ഉദ്ധരിച്ചതിന് ശേഷം ഇമാം ദഹബി റഹിമഹുല്ലാഹ് സിയർ അലം നുബലായിൽ പറയുന്നു, ഹാദിഹിൽ വാഖിഅ, ഈ സംഭവം നഖലഹാ സിഖതാനി അൻ അബ്ബാസ് അദ്ദൂരി എന്ന് പറയുന്ന ഇമാം അഹ്മദിന്റെ ശിഷ്യനിൽ നിന്ന് വിശ്വസ്തരായ സിഖത്തായ 2 ആളുകളാണ് ഈ സംഭവം ഉദ്ധരിച്ചിട്ടുള്ളത് എന്ന് ഇമാം ദഹബി റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ വിനയമാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, ഉജ്ബ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. അൻ മുഹമ്മദ് ബിൻ മൂസ റഹിമഹുല്ലാഹ് ഖാല റഅയ്തു അബാ അബ്ദുല്ലാഹ് വഖദ് ഖാല ലഹു ഖുറാസാനി. മുഹമ്മദ് ബിൻ മൂസ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നു, ഇമാം അഹ്മദിനെ ഞാൻ ഒരിക്കൽ കണ്ടു, വഖദ് ഖാല ലഹു ഖുറാസാനി, അദ്ദേഹത്തോട് ഖുറാസാൻകാരനായ ഒരു വ്യക്തി, ഖുറാസാൻ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ അഫ്ഗാനിസ്ഥാൻ, ഇറാൻ, ഇതിന്റെയൊക്കെ ഭാഗങ്ങൾ ഉൾപ്പെടുന്ന നാടാണ്, അവിടെയുള്ള ഒരു വ്യക്തി ഇമാം അഹ്മദിനോട് പറഞ്ഞു, അൽഹംദുലില്ലാഹില്ലദീ റഅയ്തുക്, താങ്കളെ കാണാൻ എനിക്ക് ഭാഗ്യം തന്ന അല്ലാഹുവിന് സ്തുതി എന്ന് പറഞ്ഞു. ഖുറാസാൻ എന്ന് പറയുന്നത് പിന്നെ ബഗ്ദാദിൽ നിന്ന് ദൂരെയാണ്, അവർക്ക് ഇറാനും കടന്ന് പിന്നെ ഇറാഖിലെത്തണം. അപ്പോൾ ഒരു രാജ്യം അപ്പുറത്തുള്ള നാടാണ്, പഴയ കാലത്ത് ദീർഘമായി യാത്ര ചെയ്യണം. ഒരു പക്ഷേ തന്റെ നാട്ടിൽ നിന്ന് ഇമാം അഹ്മദിനെ കാണാൻ വേണ്ടി വന്നതായിരിക്കും. അദ്ദേഹം പറഞ്ഞു, താങ്കളെ കാണാൻ എനിക്ക് ഭാഗ്യം തന്ന അല്ലാഹുവിന് സ്തുതി. ഫഖാല ഖുഉദ്,
ഇമാം അഹ്മദ് പറഞ്ഞു, നീ ഇവിടെ ഇരിക്ക്. അയ്യു ഷൈഇൻ ദാ, ഇതെന്താണ് നീ പറയുന്നത്? മൻ അന, ഞാൻ ആരാണ് എന്ന് പറഞ്ഞ് ഇമാം അഹ്മദ് കോപിച്ചു. അപ്പൊ ഇമാം അഹ്മദിന് അത് ഇഷ്ടപ്പെട്ടില്ല. താങ്കളെ കാണാൻ ഭാഗ്യം കിട്ടിയെന്ന് പറഞ്ഞത് ഇമാം അഹ്മദിന് ഇഷ്ടപ്പെട്ടില്ല. വഖാല റജുൽ, മറ്റൊരാൾ പറയുന്നു, ഈ സംഭവം കണ്ട ഒരാൾ, റഅയ്തു അസറൽ ഗമ്മി ഫീ വജ്ഹി അബി അബ്ദില്ലാ, ഇമാം അഹ്മദിന്റെ മുഖത്ത് ദുഃഖം ഞാൻ കണ്ടു. മറ്റൊരു അവസരത്തിലാണ്, വഖദ് അസ്ന അലൈഹി ശഖ്സുൻ, അദ്ദേഹത്തെ ഒരാൾ പുകഴ്ത്തിയപ്പോ അദ്ദേഹത്തിന്റെ മുഖത്ത് ദുഃഖം ഞാൻ കണ്ടു. വഖീല ലഹു, അദ്ദേഹത്തോട് ഈ പുകഴ്ത്തിയ ആൾ എന്താണ് പറഞ്ഞത്? ജസാക്കല്ലാഹു അനിൽ ഇസ്ലാമി ഖൈറ, ഇസ്ലാമിന്റെ പേരിൽ അള്ളാഹു താങ്കൾക്ക് നല്ല പ്രതിഫലം തരട്ടെ. ഇസ്ലാമിന് ഒരുപാട് സേവനങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ, അതിന്റെ പേരിൽ അള്ളാഹു താങ്കൾക്ക് അജ്ർ നൽകട്ടെ, പ്രതിഫലം നൽകട്ടെ എന്ന് പറഞ്ഞു. ഇമാം അഹ്മദ് പറഞ്ഞു, ഖാല ബൽ ജസല്ലാഹു അൽ ഇസ്ലാമ അന്നി ഖൈറ, എനിക്ക് വേണ്ടി അള്ളാഹു ഇസ്ലാമിന് പ്രതിഫലം നൽകട്ടെ എന്ന് പറഞ്ഞാൽ ഇസ്ലാം കൊണ്ട് എനിക്കാണ് കൂടുതൽ ഉപകാരം കിട്ടിയിട്ടുള്ളത്. ഇസ്ലാമിന് ഞാൻ എന്ത് ചെയ്യാനാണ്? ഇസ്ലാം കൊണ്ട് എനിക്കാണ് ഉപകാരം. ഞാൻ നരകത്തിന് രക്ഷപ്പെടും, സ്വർഗ്ഗത്തിൽ പ്രവേശിക്കും ഈ ദീന് കൊണ്ട്. ഈ ദീനിന് ഞാൻ അങ്ങോട്ടൊന്നും ചെയ്തു കൊടുത്തിട്ടില്ല, ദീൻ എനിക്കാണ് ഉപകാരം ചെയ്തിട്ടുള്ളത്. മൻ അന ഒമാ അന, ഞാൻ ആരാണ്, ഞാൻ എന്താണ് എന്ന് ഇമാം അഹ്മദ് റഹിമഹുല്ലാ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പൊ അവരൊക്കെ അങ്ങേയറ്റം ഭയപ്പെട്ടിരുന്ന കാര്യമാണ് തങ്ങൾ ആളുകൾ പുകഴ്ത്തുക എന്നുള്ളത്. അതൊരാളുടെ ഈമാന്റെ അടയാളമാണ്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ അള്ളാഹുവിനെ കുറിച്ചും അതുപോലെ ഈ അമല് കൊണ്ട് നമ്മൾ ലക്ഷ്യം വെക്കുന്ന സ്വർഗത്തെക്കുറിച്ചും ഈ അമലുകൾ കൊണ്ട് നമ്മൾ രക്ഷ നേടാൻ ആഗ്രഹിക്കുന്ന നരകത്തെക്കുറിച്ചും ചിന്തിച്ച് പ്രവർത്തിക്കുന്ന ഒരാൾക്ക് റുജുബുണ്ടാവുകയില്ല, അഹങ്കാരം ഉണ്ടാവുകയില്ല. അങ്ങനെ ആലോചിച്ച് ഈമാനോടെ യഖീനോടെ അമൽ ചെയ്തിരുന്നത് കൊണ്ടാണ് മുൻഗാമികൾ ഇങ്ങനെയായത്. ഇമാം യഹ്യ ഇബ്നു മുആദ് അർ-റാസി റഹിമഹുല്ലാ പറഞ്ഞതായി ഇബ്നു റജബ് റഹിമഹുല്ലാ ഉദ്ധരിക്കുന്ന ഒരു അസർ, കം മിൻ മുസ്തഗ്ഫിരിൻ മംഖൂത്ത്, എത്രയോ ആളുകളുണ്ട് ഇസ്തിഗ്ഫാർ നടത്തുന്നവർ, മുസ്തഗ്ഫിർ ഇസ്തിഗ്ഫാർ നടത്തുന്നവൻ, മംഖൂത്ത് പക്ഷേ അള്ളാഹു അവന് വെറുക്കുന്നു. വസാകിതിൻ മർഹൂം, മറ്റു ചിലർ മിണ്ടാതിരിക്കുന്നു, ഇസ്തിഗ്ഫാർ നടത്തുന്നില്ല, ദിക്ർ ചൊല്ലുന്നില്ല, മർഹൂം പക്ഷെ അള്ളാഹു അവനെ അനുഗ്രഹിക്കും, അവനോട് റഹ്മത്ത് കാണിക്കും, കരുണ കാണിക്കും. എന്താണ് കാരണം? ഹാദ ഇസ്തഗ്ഫർ വഖൽബുഹു ഫാജിർ, ഒന്നാമത്തെ ആള് അവൻ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുന്നു, അല്ലെങ്കിൽ മറ്റു വല്ല ദിക്റുകളും ചൊല്ലുന്നു, വഖൽബുഹു ഫാജിർ പക്ഷെ അവന്റെ ഖൽബ് ഫാജിറാണ്, തെമ്മാടിയാണ്. അവന്റെ ഖൽബിൽ അവൻ ഹറാമുകൾ ആഗ്രഹിക്കുന്നുണ്ട്, അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്, കിബറുണ്ട്, ചിലപ്പോൾ ഉജുബുണ്ടായിരിക്കും, തന്നെ കുറിച്ച് മതിപ്പുണ്ടായിരിക്കും. അങ്ങനെയുള്ള അവസ്ഥയിലാണ് ഇസ്തിഗ്ഫാർ ചെയ്യുന്നത്, ഞാൻ വലിയവനാണെന്ന് ചിന്തിച്ചുകൊണ്ട്. മറ്റവൻ വഹാദ സാകിത്തുൻ വഖൽബുഹു ദാകിർ, അവന്റെ നാവ് കൊണ്ട് മിണ്ടുന്നില്ല പക്ഷെ മനസ്സിൽ ദിക്റുണ്ട്, അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയുണ്ട്, അവനെക്കുറിച്ച് അവന് മതിപ്പില്ല, തന്നെക്കുറിച്ച് ചീത്തയാണ് വിചാരിക്കുന്നത്, തന്റെ കുറവുകളെ കുറിച്ചാണ് ചിന്തിക്കുന്നത്, അങ്ങനെയുള്ളവൻ. ഖാല അൽ ഹസൻ അൽ ബസ്രി റഹിമഹുല്ലാ, ഇമാം ഹസൻ ബസ്രി റഹിമഹുല്ലാ പറഞ്ഞു, വല്ലാഹി മാ അസ്ബഹ അലാ വജ്ഹിൽ അർദി വലാ വല്ലാഹി മാ ഉസ്ബിഹു അലാ വജ്ഹിൽ അർദി വലാ ഉംസി അലാ വജ്ഹിൽ അർദി മുഅ്മിനുൻ, വല്ലാഹി മാ അസ്ബഹ അലാ വജ്ഹിൽ അർദി വലാ അംസ അലാ വജ്ഹിൽ അർദി മുഅ്മിനുൻ ഇല്ലാ വഹുവ യഖാഫു നിഫാഖ അലാ നഫ്സിഹി. ഹസൻ ബസ്രി റഹിമഹുല്ലാ പറയാണ്, ഭൂമിക്ക് മുകളിൽ ഒരു മുഅ്മിൻ നിഫാഖിനെ പേടിച്ചുകൊണ്ടല്ലാതെ ജീവിക്കുകയില്ല. താൻ മുനാഫിഖാകുമോ മുനാഫിഖാണോ എന്ന് പേടിച്ചുകൊണ്ടല്ലാതെ ഒരു മുഅ്മിനെ കാണാൻ സാധിക്കുകയില്ല. വമാ അമിന നിഫാഖ ഇല്ലാ മുനാഫിഖ്, ഒരു മുനാഫിഖ് അല്ലാതെ നിഫാഖിനെ കുറിച്ച് നിർഭയനാവുകയുമില്ല. ഞാൻ മുനാഫിഖാണോ, എൻ്റെ ഉള്ളിൽ കാപട്യമുണ്ടോ എന്ന ചിന്ത ഒരാൾക്കില്ലെങ്കിൽ അവൻ മുനാഫിഖായിരിക്കും, മിക്കവാറും അവൻ മുനാഫിഖായിരിക്കും. അപ്പൊ ഒരാൾക്ക് റുജുബുണ്ടാകുമ്പോഴാണ് ഇതൊക്കെ നഷ്ടപ്പെടുക, മുനാഫിഖാണോ എന്ന പേടിയൊക്കെ നഷ്ടപ്പെടുക. കാരണം ഞാനെല്ലാം തികഞ്ഞവനാണ് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ പിന്നെ നിഫാഖിനെ കുറിച്ച് പേടി ഉണ്ടാവുകയില്ല, അവന്റെ ഖാത്തിമത്തിനെ കുറിച്ച് അവസാനം എന്താകുമെന്ന പേടി ഉണ്ടാവുകയില്ല. അപ്പോൾ റുജുബ് എന്നുള്ളത് നിഫാഖിന്റെ ഒരു അടയാളം കൂടിയാണ് എന്നർത്ഥം. ഖാല ഇസ്ഹാഖ് ഇബ്നു ഖലഫ് റഹിമഹുല്ലാ, ലൈസ ശൈഉൻ അഖ്തഅ ലിളഹരി ഇബ്ലീസ്, ഇബ്ലീസിന്റെ പുറം പൊളിക്കുന്ന, അവന്റെ മുതുക് ഒടിക്കുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് മിൻ ഖൗലി ഇബ്നി ആദം, ഒരു മനുഷ്യൻ ഇങ്ങനെ പറയലാണ്, എന്താണ്? ലൈത ശിഅരി ബിമാ യുഖ്തമു ലി, എന്റെ അവസാനം എന്തായിരിക്കും എന്ന് ഒരു മനുഷ്യൻ അത്ഭുതപ്പെടുക, അഥവാ ആലോചിച്ച് ഭയപ്പെടുക. അങ്ങനെ ഒരാൾ പറയുന്നത്, റബ്ബേ ഞാൻ എങ്ങനെയായിരിക്കും മരണപ്പെടുക, ഏതവസ്ഥയിലായിരിക്കും എൻ്റെ അവസാനം? ഇപ്പൊ നല്ല അവസ്ഥയിലാണ്, പക്ഷെ ഇതുപോലെ തന്നെ ആയിരിക്കുമോ മരിക്കുക? ദീനിൽ ഉറച്ചു നിൽക്കുന്ന അവസ്ഥയിൽ തന്നെ മരിക്കാൻ സാധിക്കുമോ എന്നുള്ള പേടി, അതൊരു മനുഷ്യൻ പറയുക, അങ്ങനെ പേടിക്കുക എന്നുള്ളതാണ് ഇബ്ലീസിന് ഏറ്റവും വിഷമമുള്ള കാര്യം. കാരണം എന്താണ്? ആ വാക്ക് അത് ഇബ്ലീസിന് ഇഷ്ടമുള്ളത് കൊണ്ടല്ല, മറിച്ച് അങ്ങനെ ഒരാൾ ചിന്തിക്കാൻ തുടങ്ങിയാൽ അവന്റെ മനസ്സിൽ വിനയമുണ്ടാകും, ഉജ്ബ് നഷ്ടപ്പെടും, അവൻ
പേടി കൊണ്ട് അമലുകൾ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കും, അള്ളാഹുവിനോട് ദുആ ചെയ്യും, ഇസ്തിഖാമത്തിന് വേണ്ടി, സബാത്തിന് വേണ്ടി, ദീനിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടി പ്രാർത്ഥിക്കും. ഖാല, അദ്ദേഹം പറയുന്നു, ഇൻദഹാ യയ്അസു മിൻഹു, അങ്ങനെ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയാണ് മരിക്കുക, എന്തവസ്ഥയിലായിരിക്കും എന്റെ അവസാനം എന്നൊരാൾ ചിന്തിച്ചു തുടങ്ങിയാൽ യയ്അസു മിൻഹു, പിശാച് നിരാശനാകും, അവന്റെ കാര്യത്തിൽ പിന്നെ പിശാചിന് പ്രതീക്ഷയില്ല. വയഖൂൽ, പിശാച് പറയും, മതാ യുഅ്ജബു ഹാദാ ബിഅമലിഹി, ഇവൻ എന്നാണ് ഒന്ന് ഉജ്ബ് തോന്നിപ്പിക്കാൻ സാധിക്കുക എന്ന് പിശാച് പറഞ്ഞുകൊണ്ടിരിക്കും. ഇത് ഹദീസല്ല, ഖുർആനിലെ ആയത്തല്ല, പക്ഷെ ഈ ആശയം ശരിയാണ്. പിശാചിന്റെ വലിയൊരു തന്ത്രം തന്നെയാണ് ഒരാളുടെ മനസ്സിൽ ഉജ്ബുണ്ടാക്കുക എന്നുള്ളത്. ഇമാം ബൈഹഖി റഹിമഹുല്ലാഹ് ഉദ്ധരിച്ചിട്ടുള്ളതാണ്. അൻ അബി ദാവൂദ് അൽ ഹഫ്രി റഹിമഹുല്ലാഹ് ഖാല സമിഅ്തു സുഫ്യാൻ റഹിമഹുല്ലാഹ് യഖൂൽ, സുഫ്യാൻ അസ്-സൗരി റഹിമഹുല്ലാഹ് പറഞ്ഞു, ഇദാ അറഫ്ത നഫ്സക്, നീ നിന്റെ നഫ്സിനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ, നീ ആരാണ്, നീ ചെയ്യുന്നത് തെറ്റാണോ ശരിയാണോ, നിന്റെ മാർഗം ശരിയാണോ തെറ്റാണോ, നിന്റെ കുറവുകൾ എന്തൊക്കെയാണ്, ഇതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ലം യദുറക മാ ഖാലന്നാസ്, ജനങ്ങൾ എന്താണ് പിന്നെ പറയുന്നത് എന്നതുകൊണ്ട് നിനക്കൊരു ഉപദ്രവം ഉണ്ടാവുകയില്ല. അതായത് നിന്റെ തെറ്റുകൾ നീ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിൽ കൂടുതൽ ആളുകൾ നിന്നെക്കുറിച്ച് ആരോപണങ്ങൾ പറഞ്ഞാൽ അതുകൊണ്ട് എനിക്ക് യാതൊരു ദോഷവുമില്ല. കാരണം ആ ഉള്ള തെറ്റിനെ കുറിച്ചേ അള്ളാഹു ചോദിക്കുകയുള്ളൂ, അതിനെക്കുറിച്ച് നിനക്ക് ബോധമുള്ളത് കൊണ്ട് അത് തിരുത്താനും നിനക്ക് സാധിക്കും. ആളുകൾ പറയുന്നത് പിന്നെ നമുക്ക് യാതൊരു നഷ്ടവുമില്ല. നേരെ നമ്മുടെ തെറ്റുകൾ നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിലോ ആളുകൾ നമ്മെ കുറ്റം പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് ദേഷ്യം വരും, നമ്മളതിനോട് മോശമായി പ്രതികരിക്കും. നേരെ നമ്മുടെ കുറ്റങ്ങൾ നമ്മൾ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ആളുകളുടെ ആരോപണങ്ങളും ഗീബത്തുമൊന്നും ഒരാൾ വകവെക്കുകയില്ല. عن علي بن زيد رحمه الله قال بات الحسن عندنا. അലി ഇബ്നു സെയ്ദ് റഹിമഹുല്ലാഹ്, അദ്ദേഹം താബിഈങ്ങളുടെ കാലത്ത് ജീവിച്ച ഒരാളാണ്. അദ്ദേഹം പറയുകയാണ്, ഹസൻ അൽ ബസ്രി റഹിമഹുല്ലാഹ് ഒരു ദിവസം എൻ്റെ വീട്ടിൽ താമസിച്ചു. ഫബാത ബാക്കിയൻ, അദ്ദേഹം രാത്രിയിൽ കരഞ്ഞു. രാത്രി തഹജ്ജുദ് നമസ്കരിക്കുകയോ ഖുർആൻ പാരായണം ചെയ്യുകയോ ഒക്കെ ചെയ്തുകൊണ്ട് അദ്ദേഹം കരഞ്ഞു. ഖാല ഫലമ്മ അസ്ബഹ ഖുൽത്, നേരം വെളുത്തപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, യാ അബാ സഈദ്, അദ്ദേഹത്തിന്റെ കുഞ്ഞത്താണ് അബൂ സഈദ് അൽ ഹസൻ അൽ ബസ്രി റഹിമഹുല്ലാഹ്, ലഖദ് അബ്കൈത അല്ലൈലത അഹ്ലനാ, ഇന്നലെ രാത്രി നിങ്ങളുടെ കരച്ചിൽ കേട്ട് എൻ്റെ വീട്ടുകാരൊക്കെ കരഞ്ഞുപോയി, ഭാര്യയും മക്കളും ഒക്കെ കരഞ്ഞു നിങ്ങളുടെ കരച്ചിൽ കേട്ടിട്ട് എന്ന് പറഞ്ഞു അദ്ദേഹത്തോട്. ഖാല, അദ്ദേഹം പറഞ്ഞു, യാ അലി ഇന്നി ഖുൽതു, ഞാൻ കരയാൻ കാരണം എന്താണ്, യാ ഹസൻ, ഞാൻ ഇന്നലെ രാത്രി ഇങ്ങനെ എന്നോട് തന്നെ സംസാരിച്ചു, എൻ്റെ മനസ്സിൽ ഇങ്ങനെ സംസാരിച്ചു, യാ ഹസൻ, അല്ലയോ ഹസൻ, ലഅല്ല അല്ലാഹ യൻദുറു ഇലൈക അലാ ബഅദി ഹന്നാതിക, അള്ളാഹു നിന്റെ എന്തെങ്കിലും ഒരു വീഴ്ച കണ്ടിട്ട് ഇങ്ങനെ പറഞ്ഞേക്കുമോ എന്ന് നീ പേടിക്കുന്നില്ല. എന്താണ് അള്ളാഹു പറഞ്ഞതായി അദ്ദേഹം പേടിക്കുന്നത്? ഫഖാല, ഒരുപക്ഷെ അള്ളാഹു പറഞ്ഞേക്കാം, ഇഅ്മൽ മാ ശിഅ്ത ഫലസ്തു അഖ്ബലു മിൻക ശൈആ, ഈ തെറ്റ് ചെയ്തവനാണല്ലോ നീ, അതുകൊണ്ട് ഇനി നീ എന്ത് ഇബാദത്ത് വേണമെങ്കിലും ചെയ്തോ, ഞാൻ അതൊന്നും സ്വീകരിക്കാൻ പോകുന്നില്ല എന്ന് അള്ളാഹു തആല പറഞ്ഞേക്കുമോ എൻ്റെ എന്തെങ്കിലും ഒരു പാപം കണ്ടിട്ട് എന്ന് ഞാൻ സ്വയം പറഞ്ഞ് കരഞ്ഞതാണ്. അപ്പോൾ അദ്ദേഹം ധാരാളം ഇബാദത്തുകൾ ചെയ്തിരുന്ന ആളാണ് ഹസൻ ബസ്രി. നമുക്കറിയാം, താബിഈങ്ങളുടെ കാലത്ത് വലിയ ഇമാമാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ തന്നെ ചെറിയ ചെറിയ തെറ്റുകളെ കുറിച്ച് ഓർത്തിട്ട് ഇത്രയും പേടിയുണ്ട്. അദ്ദേഹത്തിന് തന്നെ കുറിച്ച് മതിപ്പില്ല, താനെല്ലാം തികഞ്ഞവനാണെന്ന ചിന്തയില്ല, നേരെ വിപരീതമാണ്. എൻ്റെ എന്തെങ്കിലും ഒരു തെറ്റ് കണ്ട അല്ലാഹ് എന്നേക്കുമായി എന്നെ വെറുത്തിട്ടുണ്ടാകുമോ എന്നാണ് ഞാൻ ചിന്തിച്ചത്, അതുകൊണ്ടാണ് കരഞ്ഞത് എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം തന്നെ പറഞ്ഞതായി ഇമാം അഹ്മദ് ഉദ്ധരിക്കുന്നത് കാണാം. ഖാല കം മിൻ മുസ്തദ്രിജിൻ ബിൽ ഇഹ്സാനി ഇലൈഹി, കം മിൻ മുസ്തദ്റജിൻ ബിൽ ഇഹ്സാനി ഇലൈഹി, എത്രയോ ആളുകളുണ്ട് അള്ളാഹു അവർക്ക് നീട്ടിക്കൊടുക്കുന്നു ഇഹ്സാൻ ചെയ്തുകൊണ്ട്. എന്താണ് അർത്ഥം? ഇസ്തിദ്റാജ് എന്ന് പറഞ്ഞാൽ ചില ആളുകളെ അള്ളാഹു തആല അനുഗ്രഹങ്ങൾ നൽകിക്കൊണ്ട് പരീക്ഷിക്കും. ഒരാൾ തെറ്റ് ചെയ്യുന്നത് കണ്ടാൽ അള്ളാഹു അവന് കൂടുതൽ അനുഗ്രഹങ്ങൾ കൊടുക്കും. അതെന്തിനു വേണ്ടിയാണ്? ആ തെറ്റ് അള്ളാഹു അത്രയും വെറുത്തത് കൊണ്ട് അവന് തൗബ ചെയ്യേണ്ട എന്ന് അള്ളാഹു തആല തീരുമാനിക്കുകയാണ്. എന്നിട്ട് അവന് നിഅമത്തുകൾ കൊടുത്തുകൊണ്ടിരിക്കും. ആ നിഅമത്തുകളിൽ കെട്ടിമറിഞ്ഞ് അത് ആസ്വദിക്കുന്നതിന്റെ തിരക്കിൽ അവൻ തന്റെ തെറ്റുകളെ കുറിച്ചൊക്കെ മറന്ന് അങ്ങനെ പാപിയായിക്കൊണ്ട് മരിച്ചു പോകും. ചിലപ്പോൾ കാഫിറായിക്കൊണ്ട് മരിച്ചു പോകും. വതസ്ഹഖ അൻഫുസുഹും വഹും കാഫിറൂൻ, അവർ കാഫിറായിരിക്കുന്ന അവസ്ഥയിൽ അവരുടെ റൂഹ് പുറത്തു പോകും. അതാണ് കുഫാറുകൾക്ക് അള്ളാഹു ചിലർക്ക് അനുഗ്രഹങ്ങൾ വാരിക്കോരി കൊടുക്കാൻ കാരണം. ചില കാഫിറുകൾക്ക് അള്ളാഹു തആല അവർ തൗബ ചെയ്യേണ്ട എന്ന് തീരുമാനിച്ചിരിക്കും. അപ്പൊ അങ്ങനെ എത്രയോ ആളുകളുണ്ട്. അപ്പൊ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ കിട്ടുമ്പോഴാണ് സാധാരണ മനുഷ്യർക്ക് ഉജ്ബ് വരിക. ഇക്കാര്യം ചിന്തിച്ചാൽ മതി. ഈ കിട്ടുന്ന അനുഗ്രഹങ്ങൾ ഇസ്തിദ്റാജായേക്കാൻ സാധ്യതയുണ്ട്. വകം മഫ്തൂനിൻ ബിസ്സനാഇ അലൈഹി, എത്ര ആളുകളുണ്ട് ജനങ്ങളുടെ സനാ, പ്രശംസ കേട്ടിട്ട് ഫിത്നയിലായവൻ, പഴച്ചുപോയവൻ. എന്താണ് ജനങ്ങളുടെ പ്രശംസ, പുകഴ്ത്തൽ കേട്ടിട്ട് പഴക്കുക എന്ന് പറഞ്ഞാൽ? ആളുകൾ നമ്മങ്ങനെ പുകഴ്ത്തുന്നത് കേൾക്കുമ്പോൾ നമ്മൾ പിന്നെ തൗബയെ കുറിച്ചൊന്നും ചിന്തിക്കൂല. നമ്മൾ വലിയ വലിയ പാപങ്ങൾ ചെയ്യുന്നുണ്ടാകും, പക്ഷെ എല്ലാവരും നമ്മളെ കാണുമ്പോൾ ബഹുമാനത്തോടെ സംസാരിക്കുന്നു, നമ്മൾ പുകഴ്ത്തുന്നു, നമ്മളെ കാണുമ്പോൾ ആളുകളൊക്കെ വളരെയധികം വില വെക്കുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ
നമ്മുടെ തെറ്റുകളെക്കുറിച്ച് ചിന്തിക്കാൻ നമുക്ക് അവസരം കിട്ടുകയില്ല. നേരെ മറിച്ച് താഴേക്കടയിൽ ജീവിക്കുന്ന ഒരാൾ, ചിലപ്പോൾ ആളുകളുടെ ആട്ടുന്നുമ്പ് കേൾക്കുന്ന തരം താഴ്ന്ന് ജീവിക്കുന്ന ഒരാൾ, അയാൾക്കെപ്പോഴും അയാളുടെ തെറ്റുകളെക്കുറിച്ച് ആലോചിക്കാനുള്ള അവസരങ്ങൾ കിട്ടും. ആളുകൾ ചീത്ത പറയുമ്പോഴൊക്കെ അയാൾ ചിലപ്പോൾ അയാളുടെ മറ്റു കുറവുകളെക്കുറിച്ച് കൂടി ചിന്തിക്കും, അങ്ങനെ തൗബ ചെയ്യും. അതുകൊണ്ട് ഉജ്ബ് തോന്നേണ്ടതില്ല. ആളുകൾ നമ്മെ പുകഴ്ത്തുന്നത് ഒരുപക്ഷെ അത് നമുക്കുള്ള ഒരു പരീക്ഷണമായിരിക്കും. വകം മിൻ മഗ്റൂരിൻ ബിസ്സത്രി അലൈഹി, അള്ളാഹു നൽകിയ സത്ർ, അള്ളാഹുവിന്റെ മറ. നമ്മൾ ചെയ്യുന്ന പാപങ്ങൾ, എത്രയോ തെറ്റുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്, അത് അള്ളാഹു താല മറച്ചു വെച്ചു എന്നതുകൊണ്ട് വഞ്ചിതരായ എത്ര ആളുകളുണ്ട് അല്ലേ? നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ ചിലപ്പോൾ ആളുകൾ അറിഞ്ഞ് വഷളാകുന്നത് ചിലപ്പോൾ നമുക്ക് നന്നാകും ചില സമയത്ത്, അതുകൊണ്ട് ഒരാൾക്ക് മടങ്ങാൻ സാധിക്കും. പക്ഷെ എപ്പോഴും അള്ളാഹു നമ്മുടെ തെറ്റുകൾ മറച്ചു വെക്കുക എന്നുള്ളത് ചിലപ്പോൾ ഒരാൾ വഞ്ചിതനാകാൻ അത് കാരണം ആയേക്കാം. അങ്ങനെയൊക്കെ എത്ര ആളുകളുണ്ട്. ഇതൊക്കെ ഒരാളുടെ മനസ്സിൽ ഉജ്ബ്, അഹങ്കാരം ഇല്ലാതാകാനുള്ള മാർഗങ്ങളാണ് ഇങ്ങനെയൊക്കെ ചിന്തിച്ചാൽ. അൻ സുഫ്യാൻ ഇബ്നു ഉയൈന റഹിമഹുല്ലാഹ് ഖാല ദഖൽതു അലാ ഹാറൂൻ ഇബ്നു റഷീദ് റഹിമഹുല്ലാഹ്. സുഫ്യാൻ ഇബ്നു ഉയൈന റഹിമഹുല്ലാഹ് പറയുകയാണ്, ഞാൻ ഖലീഫയായിരുന്ന ഹാറൂൻ റഷീദിന്റെ അടുത്ത് പ്രവേശിച്ചു. അബ്ബാസി ഭരണകാലത്തെ ഒരു അറിയപ്പെട്ട മഹാനായ ഒരു ഭരണാധികാരിയായിരുന്നു ഹാറൂൻ റഷീദ് റഹിമഹുല്ലാഹ്. അദ്ദേഹത്തിന്റെ ചരിത്രം അധികവും വളരെയധികം മോശമായ രീതിയിലാണ് എഴുതിയിട്ടുള്ളത്. അദ്ദേഹത്തെ ഒരു കുറ്റവാളിയായിട്ടാണ് ചരിത്രത്തിൽ മുഴുവൻ ചിത്രീകരിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ അദ്ദേഹം വളരെ സ്വാലിഹായ ഒരു മനുഷ്യനായിരുന്നു. ഉലമാക്കളെ വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്ന ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ്, അതുപോലെയുള്ള മഹാന്മാരെ, പണ്ഡിതന്മാരെ തന്റെ സദസ്സിൽ എപ്പോഴും ക്ഷണിച്ചു വരുത്തിയിരുന്ന, അവരോട് ഉപദേശങ്ങൾ തേടിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ ഇസ്ലാമിന്റെ ശത്രുക്കൾ അദ്ദേഹത്തെക്കുറിച്ച് വളരെ മോശമായ കാര്യങ്ങളാണ് എഴുതി പിടിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ അദ്ദേഹം സുഫ്യാൻ ഇബ്നു ഉയൈന റഹിമഹുല്ലാഹു തആലയെ കണ്ടപ്പോൾ പറഞ്ഞു, യാ അബാ ഇസ്ഹാഖ് ഇന്നക ഫീ മൗദിഇൻ വഫീ ശറഫ്, തീർച്ചയായും താങ്കൾക്ക് വലിയ സ്ഥാനം അള്ളാഹു തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. വലിയ ആലിമാണ്, മുഫസ്സിറാണ്, ഇമാമാണ്. ഖുൽതു, അബൂ സുഫ്യാൻ ഇബ്നു ഉയൈന റഹിമഹുല്ലാഹ് പറഞ്ഞു, യാ അമീറൽ മുഅ്മിനീൻ ദാലിക ലാ യുഗ്നി അന്നി ഫിൽ ആഖിറതി ശൈആ, ആഖിറത്തിൽ ഇതുകൊണ്ട് എനിക്കൊരു ഉപകാരം ഉണ്ടാവുകയില്ല. ആളുകൾ പുകഴ്ത്തുന്നുണ്ട്, ജനങ്ങൾക്കിടയിൽ വലിയ ആലിമാണ്, പക്ഷെ അമലില്ലെങ്കിൽ അല്ലെങ്കിൽ ഇഖ്ലാസ് ഇല്ലെങ്കിൽ, അവസാനം നന്നായിട്ടില്ലെങ്കിൽ അള്ളാഹുവിന്റെ അടുക്കൽ ആഖിറത്തിൽ ഇതുകൊണ്ട് ഒരു ഉപകാരവും ഉണ്ടാവുകയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ഖാല മാലിക് ഇബ്നു ദീനാർ റഹിമഹുല്ലാഹ്, ഇമാം മാലിക് ഇബ്നു ദീനാർ പറഞ്ഞു, അൽ ഖൗഫു അലൽ അമൽ അല്ലാ യുതഖബ്ബൽ അശദ്ദു മിനൽ അമൽ, നമ്മൾ ചെയ്യുന്ന അമൽ അള്ളാഹു സ്വീകരിക്കാതെ തള്ളിക്കളയുമോ എന്ന പേടി, ആ പേടി നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കണം. അത് അള്ളാഹ് ഖുർആനിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, സലഫുകൾ സ്വന്തമായി കണ്ടുപിടിച്ചതല്ല. ഒരു അമൽ ചെയ്യുമ്പോൾ അത് തള്ളപ്പെടുമോ എന്ന പേടി ഒരാളുടെ മനസ്സിലുണ്ടാവുക എന്നുള്ളത് ആ അമൽ അള്ളാഹു സ്വീകരിക്കാൻ പോകുന്നു എന്നതിന്റെ ഒരു അടയാളമാണ്. അതാണ് സൂറത്തുൽ മുഅ്മിനൂൻ അള്ളാഹു പറഞ്ഞത്, വയുഅ്തൂന മാ ആതു വഖുലൂബുഹും വജില, സ്വതക്ക ചെയ്യുമ്പോൾ അവരുടെ മനസ്സിൽ പേടിയായിരിക്കും. അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ, അള്ളാഹുവിന്റെ അടുക്കലേക്ക് മടങ്ങണമല്ലോ എന്നോർത്ത്. ആ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവര് പാപികളായതുകൊണ്ടല്ല പേടിക്കുന്നത്. എന്താണ് അവർ പേടിക്കാൻ കാരണം? അവർ നമസ്കാരവും നോമ്പുമുള്ളവരാണ്. പക്ഷേ സ്വതക്ക ചെയ്യുമ്പോൾ അവർ പേടിക്കാൻ കാരണം യഖാഫൂന അല്ലാ യുതഖബ്ബല മിൻഹും, അള്ളാഹു ഇത് സ്വീകരിക്കാതിരിക്കുമോ എന്നാണ് അവർ പേടിക്കുന്നത്. അപ്പൊ സ്വർഗാവകാശികളുടെ വിശേഷണങ്ങൾ സൂറത്തുൽ മുഅ്മിനൂനിൽ പറഞ്ഞതാണ്, അക്കൂട്ടത്തിൽ പറഞ്ഞതാണ്, അമലുകൾ അള്ളാഹു സ്വീകരിക്കില്ലേ എന്ന പേടി അവർക്കുണ്ടാകും. ആ ഒരു പേടി മനസ്സിലുണ്ടാക്കുക എന്നുള്ളത് അശദ്ദു മിനൽ അമൽ, അമൽ ചെയ്യുന്നതിനേക്കാൾ പ്രയാസമാണ്. വലിയൊരു സംഖ്യ സ്വതക്ക ചെയ്യുന്നതിനേക്കാൾ പ്രയാസമാണ് ഈ സ്വതക്ക അള്ളാഹു സ്വീകരിക്കുമോ ഇല്ലേ എന്ന് പേടിച്ചുകൊണ്ട് സ്വതക്ക ചെയ്യുക എന്നുള്ളത്. ആ പേടി മനസ്സിലുണ്ടാക്കിയെടുക്കുക എന്നുള്ളത് അത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. ഖാല മുഹമ്മദ് ബിൻ വാസി റഹിമഹുല്ലാഹ്, മൻ മഖത നഫ്സഹു ഫി ദാത്തില്ലാഹി, അള്ളാഹുവിന് വേണ്ടി ആരാണോ സ്വന്തത്തെ വെറുത്തത്, സ്വന്തത്തെ വെറുക്കുക എന്ന് പറഞ്ഞാൽ സ്വന്തം പാപങ്ങളെക്കുറിച്ച് ഓർത്ത് വിനയം കാണിക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത്. അതല്ലാതെ സ്വന്തം നഫ്സിനെ, സ്വന്തം ശരീരത്തെയും മനസ്സിനെയും പൂർണ്ണമായി വെറുക്കുക എന്നുള്ളത് അത് ഖുർആനിലോ ഹദീസിലോ തെളിവുള്ള കാര്യമല്ല. നേരെ മറിച്ച് നമ്മുടെ പാപങ്ങളെക്കുറിച്ച് ഓർത്ത് നമ്മുടെ നില മനസ്സിലാക്കുക, വില മനസ്സിലാക്കുക എന്നുള്ളത് അതാരാണോ ചെയ്തത്, അമ്മനഹുല്ലാഹു മിൻ മഖ്തിഹി, അള്ളാഹുവിന്റെ കോപത്തിൽ നിന്ന് അള്ളാഹു അവനെ രക്ഷിക്കാൻ കാരണമാകും. അൻ മഖ്ലദ് ഇബ്നുൽ ഹുസൈൻ റഹിമഹുല്ലാഹ് ذكر أن العلاء بن زياد قال له رجل, العلاء بن زياد رحمه الله അദ്ദേഹത്തോട് ഒരാൾ പറഞ്ഞു, റഅയ്തു കഅന്നക ഫിൽ ജന്ന, ഞാൻ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട് താങ്കൾ സ്വർഗത്തിലെത്തിയതായി. നമ്മൾ ഇന്നലെ പറഞ്ഞതാണ് സ്വപ്നങ്ങളെ കുറിച്ച്. അപ്പൊ ഇദ്ദേഹത്തോട് ഒരാൾ വന്നിട്ട് പറയാണ്, നിങ്ങൾ സ്വർഗത്തിലെത്തിയതായിട്ട് ഞാൻ സ്വപ്നം കണ്ടു. ഫഖാല ലഹു, അപ്പോൾ അലാ ഇബ്നു സിയാദ് റഹിമഹുല്ലാഹ് തിരിച്ചു പറഞ്ഞു, വൈഹക്, നിനക്കു നാശം, അമാ വജദ ശൈത്താനു അഹദൻ യസ്ഖറു ബിഹി ഗൈരി വഗൈറക്, പിശാചിന്
പരിഹസിക്കാൻ നമ്മളെ മാത്രമേ കിട്ടിയിട്ടുള്ളൂ, നമ്മളെ രണ്ടാളെയും പിശാച് പരിഹസിക്കുകയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. എന്റെ സ്വപ്നത്തിൽ ഇങ്ങനെ കാണിച്ചുകൊണ്ട് എന്നെക്കുറിച്ച് അർഹിക്കാത്തൊരു മതിപ്പ് നിന്റെ മനസ്സിലും ഉണ്ടാക്കി, അത് നീ ഇങ്ങോട്ട് വന്ന് പറഞ്ഞിട്ട് എന്റെ മനസ്സിലൊരു ഒജുബും ഉണ്ടായി. ഇങ്ങനെ പാപിയായ ഒരാളെ ബഹുമാനിക്കുക എന്നുള്ളൊരു വിഡ്ഢിത്തം നീയും ചെയ്യുന്നു. സ്വന്തം പാപങ്ങൾ മറന്ന് എന്നെക്കുറിച്ച് തന്നെ മതിപ്പ് എനിക്ക് തോന്നുക എന്നുള്ളത് ഞാനും ചെയ്യുന്നു. ഇങ്ങനെ നമ്മളെ രണ്ടുപേരെയും വിഡ്ഢികളാക്കാൻ പിശാച് തെരഞ്ഞെടുത്ത തന്ത്രമാണിത് എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന്റെ വിനയം കൊണ്ട് അങ്ങനെ പറയുന്നതാണ്. ഖാല ആമിർ ഇബ്നു അബ്ദി ഖൈസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം പറഞ്ഞു, അന മിൻ അഹ്ലിൽ ജന്ന, സഹാബിയാണ് അദ്ദേഹം. സഹാബിയാണോ താബിഇയാണോ, ഈ രണ്ട് തലമുറകളിൽപ്പെട്ട ഒരാളാണ്. അദ്ദേഹം പറയുകയാണ്, അന മിൻ അഹ്ലിൽ ജന്ന, ഞാൻ സ്വർഗാവകാശിയാണോ, അവ മിസ്ലി യദ്ഖുലുൽ ജന്ന, എന്നെ പോലെയുള്ള ഒരാൾ സ്വർഗത്തിൽ പ്രവേശിക്കുമോ എന്ന് അദ്ദേഹം പറയാറുണ്ടായിരുന്നു. അനിൽ ഫുദൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹ് ഖാല ഖീല ലി സുലൈമാൻ അത്തൈമി, സുലൈമാൻ അത്തൈമി റഹിമഹുല്ലാഹ് അദ്ദേഹത്തോട് ഒരാൾ പറഞ്ഞു, താബിഇയാണ്, അൻത വമൻ മിസ്ലുക്, നിങ്ങൾ ഇന്ന ഇന്ന വ്യക്തിയാണ്, ഇത്രയൊക്കെ മഹത്വമുള്ള വ്യക്തിയാണ്, വമൻ മിസ്ലുക്, താങ്കളെ പോലെ വേറെ ആരാണുള്ളത് എന്ന് പറഞ്ഞു അദ്ദേഹത്തോട്. അദ്ദേഹം അന്നത്തെ കാലത്തെ ഒരു വലിയ ഇമാമും മഹാനായ വ്യക്തിത്വമാണ്. അദ്ദേഹത്തോടാണ് പറയുന്നത്, നിങ്ങളെപ്പോലെയൊക്കെ ആരെങ്കിലും ഉണ്ടാകുമോ? ഖാല ലാ തഖൂലു ഹാകദ, നിങ്ങൾ ഇങ്ങനെ പറയരുത്. ലാ അദ്രി മാ യബ്ദൂലി മിർ റബ്ബി അസ്സ വജൽ, എന്റെ റബ്ബിൽ നിന്ന് എന്താണ് എന്റെ നേർക്കുണ്ടാവുക എന്ന് എനിക്കറിയില്ല. നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ അള്ളാഹു എന്താണ് എന്നെ കൊണ്ട് ചെയ്യുക എന്ന് എനിക്കറിയില്ല. സമയത്തുല്ലാഹ അസ്സ വജൽ യഖൂൽ, കാരണം അള്ളാഹു തആല ഒരു വിഭാഗം ആളുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, വബദാ ലഹും മിനല്ലാഹി മാ ലം യകൂനു യഹ്തസിബൂൻ, പരലോകത്ത് ചെല്ലുമ്പോൾ അള്ളാഹുവിൽ നിന്ന് അവർ പ്രതീക്ഷിക്കാത്തത് അവർക്ക് ഉണ്ടായി എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ നല്ലവരാണ്, സ്വർഗം തന്നെ ആയിരിക്കും എന്നൊക്കെ വിചാരിച്ച് സമാധാനത്തിൽ ജീവിച്ച് അവസാനം അള്ളാഹുവിന്റെ അടുത്ത് എത്തുമ്പോൾ പ്രതീക്ഷിക്കാത്ത പ്രവൃത്തിയാണ് അള്ളാഹു ഇങ്ങോട്ട് ചെയ്യുന്നത്. അങ്ങനെ ഒരു കൂട്ടരുണ്ടാകുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ഞാനതിൽ പെടുമോ എന്ന് ഞാൻ പേടിക്കുന്നുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. عن يونس ابن عبيد رحمه الله قال ما رأيت أحدا أطول حزنا من الحسن. ഹസൻ അൽ ബസരി റഹിമഹുല്ലാഹ് അദ്ദേഹത്തെക്കാൾ ദുഃഖിതനായി ഇരിക്കുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹത്തെക്കാൾ ദീർഘമായി ദുഃഖിക്കുന്ന ഒരാൾ, എപ്പോഴും ഒരു വിഷമമാണ് അദ്ദേഹത്തിന്റെ മുഖത്ത്. ഫകാന യഖൂൽ, അദ്ദേഹം പറയുമായിരുന്നു, നൽഹക്, നമ്മളിങ്ങനെ ചിരിക്കുന്നു. അദ്ദേഹം ചിരി കുറവാണ്, പക്ഷെ അദ്ദേഹം പറയും, നമ്മൾ ചിരിച്ചു കളിച്ച് നടക്കുകയാണ്. വല അല്ലാഹ ഖദ് ത്വലഅ അലാ അഅമാലിന ഫഖാല ലാ അഖ്ബലു മിൻകും ഷൈഅ. അള്ളാഹു ചിലപ്പോൾ നമ്മുടെ ചില അമലുകൾ കണ്ടിട്ട്, നമ്മുടെ ചില പാപങ്ങൾ കണ്ടിട്ട്, ഇനി നിങ്ങളിൽ നിന്ന് ഒന്നും ഞാൻ സ്വീകരിക്കാൻ പോകുന്നില്ല എന്ന് അള്ളാഹു പ്രഖ്യാപിച്ചിരിക്കും. അതിന് സാധ്യതയുണ്ട്, നമ്മുടെ ചില തെറ്റുകൾ കണ്ടിട്ട്. എന്നിട്ട് അള്ളാഹ് അങ്ങനെ പറയുകയും നമ്മളിങ്ങനെ ചിരിക്കുകയും ചെയ്യുകയാണോ എന്ന് അദ്ദേഹം പറയാറുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം ചിരി കുറവായത് എന്നർത്ഥം. അൻ മസ്റൂഖ് റഹിമഹുല്ലാഹ് ഖാല, താബിഇയായ ഒരു ഇമാമാണ്, ആയിഷ റളിയല്ലാഹു അൻഹയുടെ ശിഷ്യനാണ്. അദ്ദേഹം പറയുന്നു, കഫാ ബിൽ മർഇ ഇൽമൻ അൻ യഖ്ഷല്ലാഹ്, ഒരു മനുഷ്യന് ഇൽമായിട്ട് എന്തു മതി? അൻ യഖ്ഷല്ലാഹ്, അള്ളാഹിനെ പേടി, അത് മതി. ഒരാൾക്ക് ഇൽമായി അള്ളാഹുവിനോട് ഭയമുണ്ടാവുക എന്ന കാര്യം അത് മാത്രം മതി. വകഫാ ബിൽ മർഇ ജഹ്ലൻ, ഒരാൾക്ക് ജഹലായിട്ട് എന്ത് മതി? അൻ യുഅ്ജബ ബിഅമലിഹി, തന്റെ അമലിനെ കുറിച്ചൊരു മതിപ്പ്, അത് മതി. അതുണ്ടായാൽ എത്ര വിവരങ്ങൾ അയാളുടെ മനസ്സിലുണ്ടെങ്കിലും അവൻ ജാഹിലാണ്. നേരെ മറിച്ച് അള്ളാഹുവിനെ പേടിയുണ്ടെങ്കിൽ അവന്റെ മനസ്സിൽ ഉള്ള വിവരങ്ങൾ, ഇൽമ് എത്ര കുറവാണെങ്കിലും അവനാണ് ആലിം എന്നർത്ഥം. അൻ കഅബിൻ റഹിമഹുല്ലാഹ് അന്നഹു ഖാല ലിറജുൽ, കഅബ് റഹിമഹുല്ലാഹ് അദ്ദേഹം ഒരാളോട് പറഞ്ഞു, ഇത്തഖില്ലാഹ്, നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക. വർള ബിദ്ദൂനി മിനൽ മജാലിസ്, സദസ്സുകളിൽ താഴ്ന്ന സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടുക. ഒരു സദസ്സിൽ ഏതെങ്കിലും മൂലയിൽ സീറ്റ് കിട്ടിയാൽ മതി, അതിന്റെ മുന്നിൽ ആളുകളൊക്കെ ശ്രദ്ധിക്കുന്ന സ്ഥലത്ത് തന്നെ ഇരിക്കണം എന്ന് വിചാരിക്കരുത്. വലാ തുഅ്ദി അഹദ, ഒരാളെ നീ ഉപദ്രവിക്കരുത്. ഫഇന്നഹു ലൗ മലഅ ഇൽമുക മാ ബൈന സമാഇ വൽ അർദ് മഅൽ ഉജ്ബ്, നിന്റെ അറിവ് ആകാശഭൂമികൾക്കിടയിൽ അത്രയുമുണ്ട് എന്ന് വിചാരിക്കുക. ആകാശം മുട്ടുന്നവരെയും അത്രയും ഇൽമു നിനക്കുണ്ട്. മഅൽ ഉജ്ബ്, അതിന്റെ കൂടെ കുറച്ച് ഉജ്ബ് നിനക്കുണ്ടെങ്കിൽ മാ സാദക അല്ലാഹു ബിഹി ഇല്ലാ സഫാലൻ വനഖ്സ, അതുകൊണ്ട് അല്ലാഹു നിന്നെ തരം താത്തുകയേ ചെയ്യുകയുള്ളൂ. അപ്പോൾ ഒരാൾക്ക് മനസ്സിൽ ഈ അസുഖം ഉണ്ടായിക്കഴിഞ്ഞാൽ, ഉജ്ബ് എന്ന് പറയുന്ന അസുഖം ഉണ്ടായിക്കഴിഞ്ഞാൽ, അവന് പിന്നെ എത്ര ഇൽമുണ്ടായിട്ടും കാര്യമുണ്ടാവുകയില്ല, ഉപകരിക്കുകയില്ല എന്നർത്ഥം. عن محمد بن يزيد رحمه الله قال كانوا يرون الرؤيا لوهيب بن الورد. വഹൈബ് ബിൻ അൽ വർദ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തെ ആളുകൾ സ്വപ്നം കാണാറുണ്ടായിരുന്നു. അന്നഹു മിൻ അഹ്ലിൽ ജന്ന,
അദ്ദേഹം സ്വർഗാവകാശിയാണെന്ന്. ആലോചിച്ച് നോക്കൂ, ഒന്നിലധികം ആളുകൾ സ്വപ്നം കാണുകയാണ് നമ്മൾ സ്വർഗത്തിലാണ് എന്നിട്ട് വന്ന് പറയുന്നു. ഫൈദ ഉഖ്ബിറ ബിഹാ, ആരെങ്കിലും അദ്ദേഹത്തോട് ആ വിവരം പറഞ്ഞാൽ, ഇങ്ങനെ സ്വപ്നം കണ്ടിട്ടുണ്ട് എന്ന് വന്ന് പറഞ്ഞാൽ, ഇഷ്തദ്ദ ബുകാഉഹു, അദ്ദേഹം കരയും. വഖാല, എന്നിട്ട് പറയും, ഖദ് ഖശീതു അൻ യകൂന ഹാദാ മിനശ് ശൈത്താൻ, ഇത് പിശാചിൽ നിന്നുള്ളതാകും എന്ന് ഞാൻ പേടിക്കുന്നു. കാരണം സ്വർഗത്തിലാണ് എന്ന് സ്വപ്നത്തിൽ വന്ന് പറഞ്ഞ് അത് ആളുകൾ തന്നോട് പറയുകയും താനത് വിശ്വസിക്കുകയും ചെയ്താൽ പിന്നെ തനിക്ക് തന്നെ കുറിച്ച് മതിപ്പുണ്ടായി, ഒഴിവുണ്ടായി, പതുക്കെ പതുക്കെ നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. അതിനുവേണ്ടി പിശാചിന്റെ തന്ത്രമാണിത് എന്ന് ഞാൻ പേടിക്കുന്നു എന്ന് അദ്ദേഹം പറയുമായിരുന്നു. അനിൽ മർറൂദി റഹിമഹുല്ലാഹ് ഖാല ഖുൽതു ലി അബി അബ്ദുല്ലാഹി അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ലാഹ്, ഇമാം അഹ്മദിനോട് ഞാൻ പറഞ്ഞു, അദ്ദേഹത്തിന്റെ ശിഷ്യൻ ഇമാം അബൂബക്കർ അൽ മർറൂദി റഹിമഹുല്ലാഹ് പറയുകയാണ്, ഇമാം അഹ്മദിനോട് ഞാൻ പറഞ്ഞു, മാ അക്സറ ദാഇന ലക്, എത്ര എത്ര ആളുകളാണ് താങ്കൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നത് എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. ഇമാം അഹ്മദിനെ എല്ലാവരും ഇഷ്ടപ്പെട്ടിരുന്നു. അദ്ദേഹത്തിന്റെ കാലത്തുള്ള അഹ്ലുസുന്ന, സുന്നത്തിന്റെ ആളുകളൊക്കെ അദ്ദേഹത്തെ സ്നേഹിച്ചിരുന്നു. ഇമാം അഹ്ലുസുന്ന എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന് വേണ്ടി ആളുകൾ പ്രാർത്ഥിക്കുകയാണ്. അദ്ദേഹം ജയിലിലായപ്പോൾ അദ്ദേഹത്തെ കാണാൻ വേണ്ടി ആളുകൾ വന്നു. എന്നിട്ട് ചോദിച്ചു, ഭരണാധികാരിക്കെതിരെ ഞങ്ങൾ കലാപം നടത്തട്ടെ, വിപ്ലവം ഉണ്ടാക്കട്ടെ, നിങ്ങളെ മോചിപ്പിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞു. അത്രമാത്രം ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളാണ്. ഇമാം അഹ്മദ് അവരെ തടഞ്ഞു. ജനങ്ങളുടെ രക്തം ചിന്തുന്നത് അദ്ദേഹം വിലക്കി. ഇതെന്റെ വ്യക്തിപരമായ പ്രയാസമാണ്, അതിന് പകരം നിങ്ങൾ മുസ്ലിം ഉമ്മത്തിന് മുഴുവൻ രക്തം ചിന്തുന്ന അവസ്ഥ ഉണ്ടാക്കിയതെന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തോട് ഒരാൾ പറഞ്ഞു, ഇമാം അൽ മർറൂദി റഹിമഹുല്ലാഹ് പറഞ്ഞു, എത്ര ആളുകൾ താങ്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു? ഖാല, അദ്ദേഹം പറഞ്ഞു, അഖാഫു അൻ യകൂന ഹാദാ ഇസ്തിദ്റാജ, ഇതൊരു ഇസ്തിദ്റാജ് ആകുമെന്ന് ഞാൻ പേടിക്കുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ അള്ളാഹു പാപികളെ അനുഗ്രഹങ്ങൾ കൊടുത്തുകൊണ്ട് അവരെ തൗബയിൽ നിന്ന് തടയുന്നത് പോലെ എന്നെ ആളുകൾ പുകഴ്ത്തുന്നത് കേട്ട് ഞാൻ പതുക്കെ പഴിച്ചു പോകാനുള്ളതാണ് ഇത് എന്ന് ഞാൻ പേടിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന്റെ വിനയം കൊണ്ട് പറഞ്ഞതാണ്. ഖാല റജുലുൻ ലിമൈമൂൻ ഇബ്നി മിഹ്റാൻ റഹിമഹുല്ലാഹ്, താബിഈയായ മൈമൂൻ ഇബ്നു മിഹ്റാനോട് ഒരാൾ പറഞ്ഞു, യാ അബ അയ്യൂബ് മാ യസാലു നാസു ബിഖൈരിൻ മാ അബ്ഖാക അല്ലാഹു ലഹും, താങ്കൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ജനങ്ങൾ ഖൈറിലായിരിക്കും. വലിയ ആലിമാണ്, വലിയ ആബിദാണ്, താങ്കൾ ഉള്ളിടത്തോളം കാലം ഒന്നും പേടിക്കേണ്ടതില്ല എന്ന് പറഞ്ഞു. ഫഖാൽ, അദ്ദേഹം പറഞ്ഞു, അഖ്ബിൽ അലാ ശഅനിക്, നീ നിന്റെ പണി നോക്ക് എന്ന് അദ്ദേഹം പറഞ്ഞു. ഈ പറഞ്ഞ ആളെ അയാളോട് ദേഷ്യപ്പെട്ടു. മാ യസാലു നാസു ബിഖൈരിൻ മത്തഖൂ റബ്ബഹും, ജനങ്ങൾ തങ്ങളുടെ റബ്ബിനെ സൂക്ഷിക്കുന്നിടത്തോളം കാലം, തഖ്വയുള്ളിടത്തോളം കാലം അവർ ഖൈറിലായിരിക്കും, ഞാനുണ്ടോ ഇല്ല എന്നുള്ളതല്ല എന്ന് അദ്ദേഹം അവരോട് മറുപടി പറഞ്ഞു. അപ്പൊ സലഫുകൾ ഇങ്ങനെ അതിരുവിട്ട പുകഴ്ത്തൽ ഇഷ്ടപ്പെട്ടിരുന്നില്ല. അത് അവർ ആത്മാർത്ഥമായി തന്നെ തടഞ്ഞിരുന്നു, വിലക്കിയിരുന്നു. വളരെ ശക്തമായ ഭാഷയിൽ അത് തടയുമായിരുന്നു. ഖാല ഔസാഇ റഹിമഹുല്ലാഹ്, ഇദാ അസ്ന റജുലുൻ അലാ റജുലിൻ ഫി വജ്ഹിഹി, ഒരാൾ മറ്റൊരാളെ മുഖത്ത് നോക്കി പ്രശംസിച്ചാൽ ഫൽയഖുൽ, ഈ പ്രശംസിക്കപ്പെട്ടവൻ പറയട്ടെ, അല്ലാഹുമ്മ അൻത അഅലമു ബി മിൻ നഫ്സി, അല്ലാഹുവേ എന്റെ നഫ്സിനെ കുറിച്ച് എന്നെക്കാൾ അറിയുന്നവനാണ് നീ. നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ നമ്മളെക്കാൾ അല്ലാഹ്ക്കറിയാം. വഅന അഅലമു ബി നഫ്സി മിനൻ നാസ്, എന്റെ നഫ്സിനെ കുറിച്ച് ജനങ്ങളെക്കാൾ എനിക്കറിയാം. മറ്റുള്ളവർക്ക് നമ്മുടെ തെറ്റുകൾ കുറച്ചേ അറിയുള്ളൂ, അതിൽ കൂടുതൽ നമുക്കറിയാം. നമുക്കറിയുന്നതിനേക്കാൾ കൂടുതൽ അല്ലാഹ്ക്കറിയാം. അല്ലാഹുമ്മ ലാ തുആഖിദ്നി ബിമാ യഖൂലൂൻ വഗ്ഫിർ ലി മാ ലാ യഅലമൂൻ, അല്ലാഹുവേ ഇവർ പുകഴ്ത്തുന്നതിന്റെ പേരിൽ എന്നെ നീ ശിക്ഷിക്കരുതേ, ഇവർക്കറിയാത്ത എന്റെ തെറ്റുകൾ എനിക്ക് നീ പുറത്തു തരണേ. ഇത് ഹദീസിൽ വന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണം. ഹദീസിൽ വന്നിട്ടുള്ള നസ്സ് നമ്മൾ മുമ്പ് പറഞ്ഞതാണ്. അല്ലാഹുമ്മ ഗഫിർ ലി മാ ലാ, അല്ലാഹുമ്മ ലാ തുആഖിദ്നി ബിമാ യഖൂലൂൻ വഗ്ഫിർ ലി മാ ലാ യഅലമൂൻ വജഅൽനി ഖൈറൻ മിമ്മാ യظنون. എന്നാൽ ഈ രൂപത്തിലൊരു പ്രാർത്ഥന ഹദീസിലുണ്ടോ എന്ന് പരിശോധിക്കണം. അദ്ദേഹം സ്ഥിരമായി പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞതാകണമെന്നില്ല. ഇങ്ങനെ നമ്മൾ വിചാരിക്കണം, മനസ്സിൽ എന്തായാലും ഇക്കാര്യം വിചാരിക്കണം എന്നതിൽ സംശയമില്ല. വകാന യസീദ് ഇബ്നു മൈസറ റഹിമഹുല്ലാഹ് യഖൂൽ, ഇദാ സക്കാക റജുലുൻ ഫി വജ്ഹിക്, ആരെങ്കിലും നിന്നെ മുഖത്ത് നോക്കി പുകഴ്ത്തിയാൽ, നിന്റെ മുന്നിൽ വെച്ച് നിന്നെ പുകഴ്ത്തിയാൽ, ഫഅൻകിർ അലൈഹി, നീ അവനെ തടയണം. വഗ്ളബ്, നീ കോപിക്കണം, വളരെ കാര്യമായിട്ട് തന്നെ തടയണം. ഒരു ഭംഗിവാക്ക് പറഞ്ഞാൽ പോരാ. വലാ തുഖിർ ബിദാലിക്, അത് നീ അംഗീകരിച്ചു കൊടുക്കരുത്. വഖുൽ, എന്നിട്ട് നീ പറയുക, അല്ലാഹുമ്മ ലാ തുആഖിദ്നി ബിമാ യഖൂലൂൻ വഗ്ഫിർ ലി മാ ലാ യഅലമൂൻ. കാരണം അത് ഉജ്ബുണ്ടാക്കുന്ന കാര്യമാണ്. നമ്മൾ ആളുകൾ മുഖത്ത് നോക്കി പുകഴ്ത്തിയിട്ട് നമ്മൾ അംഗീകരിച്ചു കൊടുത്താൽ നമ്മുടെ മനസ്സിൽ നമ്മളെ കുറിച്ച് തന്നെ ഒരു മതിപ്പുണ്ടാകാനുള്ള കാരണമാകും. അൻ അത്വാ ഇബ്നു സായിബ് റഹിമഹുല്ലാഹ് അന്ന അബൽ ബഖ്തരി വഅസ്ഹാബഹു കാനൂ ഇദാ സമിഅ അഹദഹും യുസ്നി അലൈഹി ഔ ദഖലഹു ഉജ്ബുൻ സനാ മൻകിബൈഹി വഖാല ഖശഅതു ലില്ലാഹ്. ഇമാം അബുൽ ബഖ്തരി റഹിമഹുല്ലാഹ് അദ്ദേഹവും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും ശിഷ്യന്മാരും അവരെ ആരെങ്കിലും പുകഴ്ത്തിയാൽ അവര് പറയുമായിരുന്നു, ഖശഅതു ലില്ലാഹ്, അല്ലാഹുവിന് വേണ്ടി ഞാൻ ഖുശൂ കാണിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മനസ്സിൽ അല്ലാഹുവേ നിന്നെ ഞാൻ പേടിക്കുന്നു, ഈ പ്രശംസയിൽ നിന്ന് ഈ പ്രശംസ എന്നെ പേടിപ്പിക്കുമോ എന്നോർത്ത് ഞാൻ പേടിക്കുന്നു എന്ന് പറയുമായിരുന്നു.
عن ابن عون رحمه الله قال لا تثق بكثرة العمل. ഇമാം അബ്ദുല്ലാഹി ബിൻ ഔൻ റഹിമഹുല്ലാഹ് പറയുകയാണ്, ലാ തസിഖ് ബികസ്റത്തിൽ അമൽ, അമലുകൾ ഒരുപാട് ചെയ്യുന്നുണ്ട് എന്നോർത്ത് അതിനെ നീ അവലംബിക്കരുത്. എൻ്റെ അമലുകൾ എനിക്കുണ്ടാകും പരലോകത്ത് എന്ന് വിചാരിച്ച് അതിൽ നീ ഉറപ്പ് വിചാരിക്കരുത്. ഫഇന്നക ലാ തദ്രി യഖ്ബലു മിൻക അം ലാ, ഈ അമലുകളൊക്കെ ഈ പ്രവൃത്തികളൊക്കെ അള്ളാഹു സ്വീകരിച്ചോ ഇല്ലേ എന്ന് നിനക്കറിയില്ല. വലാ തഅമൻ ദുനൂബക്, നിന്റെ പാപങ്ങളെ കുറിച്ച് നീ നിർഭയനാവുകയും ചെയ്യരുത്. ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, അതൊന്നും എന്നെ ബാധിക്കുകയില്ല, അതിൽ നിന്നൊക്കെ ഞാൻ രക്ഷപ്പെടും എന്നൊരു ഉറപ്പ് നീ മനസ്സിൽ വിചാരിക്കരുത്. ഫഇന്നക ലാ തദ്രി അകുഫിറത് അൻക അം ലാ, ഈ പാപങ്ങളൊക്കെ പൊറുക്കപ്പെട്ടോ ഇല്ലയോ എന്ന് നിനക്കറിയില്ല. ഇസ്തിഗ്ഫാർ ചെയ്തിട്ടുണ്ട്, പക്ഷേ അത് പൂർണ്ണമായി പൊറുക്കപ്പെട്ടിട്ടുണ്ടോ? കാരണം ചിലപ്പോൾ മനുഷ്യന്മാരുടെ ഹക്കുകൾ ഉണ്ടാകും. ഇസ്തിഗ്ഫാർ ചെയ്താൽ അള്ളാഹുവിന്റെ ഹക്കിൽപ്പെട്ട കാര്യങ്ങൾ, അള്ളാഹുവിനോടുള്ള ബാധ്യതകൾ അള്ളാഹു പുറത്തു തരും. പക്ഷെ മനുഷ്യരോട് ചെയ്ത തെറ്റുകൾ ഉണ്ടാകും, അല്ലെങ്കിൽ നമ്മൾ ഇസ്തിഗ്ഫാർ ചെയ്യാത്ത തെറ്റുകൾ ഉണ്ടാകും, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ വേണ്ടത്ര വിഷമത്തോടുകൂടി നമ്മൾ ഇസ്തിഗ്ഫാർ നടത്തിയിരിക്കണമെന്നില്ല. ഈ പാപങ്ങളൊക്കെ പൊറുക്കപ്പെട്ടു എന്ന് യാതൊരു ഉറപ്പുമില്ല. ഇന്ന അമലക മുഗയ്യബുൻ അൻക കുല്ലുഹു, നിന്റെ അമലുകൾ നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയാണ്. നമ്മുടെ രേഖ, അമലുകളുടെ കിതാബ് ഇപ്പൊ എങ്ങനെയായിരിക്കും എന്ന് നമുക്കറിയില്ല, അതിന്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് നമുക്കറിയില്ല. അതോർത്ത് നീ പേടിക്കണം എന്നർത്ഥം. അൻ ബിലാൽ ബിൻ സഅദ് റഹിമഹുല്ലാഹ് ഖാല ഇദാ റഅയ്ത الرجل ലജൂജൻ മുമാരിയൻ മുഅജബൻ ബിറഅയിഹി, ഒരു മനുഷ്യൻ തർക്കിക്കുന്നുണ്ട്, വലിയ കുതർക്കക്കാരനാണ്. മുഅജബൻ ബിറഅയിഹി, അവന്റെ വാദത്തിൽ മതിമറന്നവനാണ്, അവൻ പറയുന്നതൊക്കെ ശരിയായിരിക്കും. അങ്ങനെയുള്ള അമിതമായ ആത്മവിശ്വാസത്തോടു കൂടി തർക്കിച്ച് നടക്കുന്ന ഒരാളെ കണ്ടാൽ ഫഖത്തമ്മത് ഖസാറത്തുഹു, അവന്റെ നാശം പൂർണ്ണമായിരിക്കുന്നു. എനിക്കൊരു തെറ്റും പറ്റില്ല, അവൻ പറയുന്ന അഭിപ്രായം മുഴുവൻ മുഅജബൻ ബിറഅയിഹി, തന്റെ അഭിപ്രായം എപ്പോഴും അതായിരിക്കും ശരി എന്ന വാശിയോടുകൂടി തർക്കിക്കുന്നതായി കണ്ടാൽ ഫഖത്തമ്മത് ഖസാറത്തുഹു, അവന്റെ തകർച്ച പൂർണ്ണമായിരിക്കുന്നു. അൻ ഹസൻ അൽ ബസ്രി റഹിമഹുല്ലാഹ് قال لو كان كلام ابن آدم كله صدقا وعمله كله حسنا. ഇമാം ഹസൻ അൽ ബസ്രി പറയുകയാണ്, ഒരു മനുഷ്യൻ അവന്റെ വാക്ക് മുഴുവൻ സത്യമാണ്, സിദ്ഖാൻ, അവന്റെ പ്രവൃത്തികൾ മുഴുവൻ നല്ലതാണ്. യൂഷികു അൻ യഖ്സർ, അവൻ പരാജയപ്പെടാൻ, തകരാൻ സാധ്യതയുണ്ട്. ഖാലു കൈഫ യഖ്സർ, അങ്ങനെയുള്ള ഒരാൾക്ക് എങ്ങനെയാണ് നഷ്ടം വരിക? ചെയ്യുന്നതൊക്കെ സൽക്കർമ്മങ്ങളാണ്. ഖാല, ഹസൻ ബസ്രി പറഞ്ഞു, യുഅ്ജബു ബിനഫ്സിഹി, ഉജ്ബ് തോന്നിയിട്ട് അവൻ ചിലപ്പോ നശിക്കാൻ സാധ്യതയുണ്ട്. അഥവാ ഒരാൾ, ചില ആളുകൾ, എല്ലാവരും അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല, ചില ആളുകൾ ചിലപ്പോ അവർ ചെയ്യുന്ന നന്മകൾ, ആ നന്മകളുടെ കൂടെ ഉജ്ബ് വന്ന് അതവന്റെ നാശത്തിന് കാരണമാകാൻ സാധ്യതയുണ്ട്. ആ നന്മകൾ കാരണം അവൻ നശിച്ചു എന്ന് പറയാൻ പാടില്ല, കാരണം നന്മകൾ ഖൈറിന്റെ സബബാണ്. മറിച്ച് ഉജ്ബോടുകൂടി ഒരാൾ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത് അതൊരു പക്ഷേ പാപങ്ങളെക്കാൾ അവൻ അപകടമായി മാറാൻ സാധ്യതയുണ്ട്. നബി വഹബ് ബിൻ റഹിമഹുല്ലാഹ് ഖാല സഅൽതു ഇബ്നുൽ മുബാറക് അനിൽ ഉജ്ബ്, ഇമാം ഇബ്നുൽ മുബാറക്കിനോട് എന്താണ് ഉജ്ബ് എന്ന് ഞാൻ ചോദിച്ചു. ഫഖാല, അദ്ദേഹം പറഞ്ഞു, അൻ തറ ഇൻദക ശൈഅൻ ലൈസ ഇൻദ ഗൈരിക്, മറ്റ് ആളുകൾക്ക് ഇല്ലാത്ത എന്തെങ്കിലും നിന്റെ അടുത്തുണ്ട് എന്ന് നീ വിചാരിക്കുക, അതാണ് ഉജ്ബ് എന്ന് ഇമാം ഇബ്നുൽ മുബാറക് റഹിമഹുല്ലാഹ് പറഞ്ഞു. ഇത്രയും അസറുകളാണ് ഈ ബാബിൽ ഉദ്ധരിച്ചിട്ടുള്ളത്. ഇത് നമ്മുടെ മനസ്സിലുണ്ടാകണം. വലിയൊരു അപകടം പിടിച്ച രോഗമാണ് ഉജ്ബ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ എല്ലാ അംശങ്ങളും നമ്മുടെ ഖൽബിൽ നിന്ന് നീക്കി ശുദ്ധീകരിച്ച് തരുമാറാകട്ടെ. അല്ലാഹുമ്മ അൻഫഅനാ ബിമാ അല്ലംതനാ വഅല്ലിംനാ മാ യൻഫഉനാ സുബ്ഹാനക വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.